സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, വളരെ അനുഗ്രഹിക്കപ്പെട്ട, ഇന്നുവരെ നമ്മൾ വിറ്റ്നസിൽ കൊണ്ടുവന്ന സാക്ഷ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാകുന്ന ഒരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സീനിയർ എന്ന് പറഞ്ഞാൽ വളരെ സീനിയറാകുന്ന ഒരു പ്രിയപ്പെട്ട പാസ്റ്ററുകൾ. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്ററുകൾ നമ്മുടെ ഈ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് നമ്മളോടൊപ്പം അല്പസമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിൽ. ഇത് ആസാദിയുടെ പ്രഷർക്കൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ്. വളരെ പ്രാർത്ഥനയോട് കൂടി നമുക്ക് ദിവസത്തിലായിരിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം നീ നൽകിയതിനായി സ്തോത്രം ചെയ്തു. പ്രത്യേകമായി പ്രിയ പാസ്റ്ററുകളെ ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവെ, പ്രത്യേകമായി കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കൾക്കും ഈ സെഷനൊരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന സമയം മുതൽ ഞങ്ങളുടെ ആശ്വാദ പ്രാർത്ഥന വരെ പ്രത്യേക കൃപയും അനുഗ്രഹവും ഉണ്ടാകണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൻകാര്യങ്ങളെ ചെയ്യുവാൻ അവിടുത്തെ വിശ്വസ്തനാകിൽ സ്തോത്രം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. സന്നിധിയിലേക്ക് മുറ്റുമായി സമർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. ഏതാണ്ട് പെന്തക്കോസ്തിൻ്റെ ആരംഭകാലം മുതൽ ഉള്ള അനുഭവങ്ങൾ പറയുവാൻ പ്രാപ്തിയുള്ള ഒരു പ്രിയ പാസ്റ്ററുകളാണ് നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. വി വിറ്റ്നസ് നമുക്കറിയാം, മിഷണറി അനുഭവങ്ങളുള്ള ദൈവദാസന്മാരാണ് കൂടുതലും വിറ്റ്നസ്സിൽ നമുക്ക് വന്ന് ജീവിതാനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ദൈവദാസന്മാർ. എന്നാൽ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് എന്ന് പറയുന്നതിലപ്പുറമായിട്ട് നോർത്ത് ഇന്ത്യയിൽ രാജസ്ഥാനിൽ ഉദയ്പൂരിലെ ഒരു പൈനിയർ മിഷണറിയായ ഒരു പ്രിയപ്പെട്ട പാസ്റ്ററുകളാണ് നമ്മളോടൊപ്പം ചേർന്ന് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല പ്രായം, 90-ലധികം, എനിക്ക് തോന്നുന്നു 93 വയസ്സുള്ള പ്രിയപ്പെട്ട പാസ്റ്ററുകൾ. എന്നാൽ പാസ്റ്ററുകളുടെ പിതാവ്, അദ്ദേഹവും പെന്തക്കോസ്തിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു. അങ്ങനെ ഒരു ലെഗസി. ചുരുക്കി പറഞ്ഞാൽ ഇത് ആസാദിയുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനും കേൾക്കുവാനും ഒക്കെയുള്ളൊരു സമയമാണ്. ദൈവത്തിന് നന്ദി കരേറ്റുന്നു. പ്രിയപ്പെട്ട പാസ്റ്ററുകളെ വെൽക്കം ചെയ്യുകയാണ്. പാസ്റ്ററുകളോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകൻ പാസ്റ്റർ വില്ലി എബ്രഹാം നമ്മളോട് കൂടെയുണ്ട്. അവർ രണ്ടുപേരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പാസ്റ്ററുകളെ. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട്. കൂട്ടത്തിലൊരു ചെറിയ സന്തോഷം. പാസ്റ്ററുകളുടെയൊക്കെ ഒരു 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 തായ് കുടുംബം, കൈതമംഗലം കുടുംബം റാന്നിക്കാരാണല്ലേ? അതെ, അതെ. ഞാനും റാന്നിക്കാരനാണ് അങ്കളെ. അതുകൊണ്ട് ഈ റാന്നിക്കാർ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. റാന്നിയിൽ നിന്ന് ഇത്രയും അനുഗ്രഹീതരാകുന്ന ദൈവദാസന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളും റാന്നിക്കാരാണല്ലോ എന്ന് പറയുന്നതിൽ. പക്ഷേ റാന്നിയിൽ ചെറിയ പ്രായത്തിലെ പാസ്റ്ററുകൾ റാന്നിയിൽ നിന്ന് പോയെന്നാ തോന്നുന്നല്ലേ? ഇല്ല, ഞാൻ റാന്നിയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ കുടുംബമൊക്കെ റാന്നിയിലായിരുന്നു, അപ്പച്ചനൊക്കെ. തൃശ്ശൂർ പോയ കാര്യം പറയാൻ റാന്നിന്ന് എപ്പോഴും. അതെ, റാന്നിയിൽ ജനിച്ചു വളർന്നു. റാന്നിയിൽ നിന്ന് എൻ്റെ പിതാവ് മറ്റൊരു ശുശ്രൂഷയായിരുന്നു. ആ ശുശ്രൂഷയുടെ പിന്തുടരുവാൻ ദൈവം എന്നെ ഒരുക്കി. എനിക്ക് വടക്കേ ഇന്ത്യയിലേക്ക് വളരെ ഒരു വലിയായിരിക്കുന്ന താല്പര്യവും ഹൃദയത്തിൽ വന്നുകയും അത് അനുസരിച്ച് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലയളവിൽ എൻ്റെ ഒരു പ്രിയ സഹോദരൻ രാജസ്ഥാനിൽ കർത്താവിൻ്റെ വിശ്വസിച്ച് ചെയ്യുന്നതായിരിക്കുന്ന ഒരു തോമസ് മാത്യു എന്ന പേരായിരിക്കുന്ന ഒരു പരിചയം ഉണ്ടാകുവാനിടയായി തീർന്നു. അതോട് ചേർന്ന് ഞാൻ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ രാജസ്ഥാനെക്കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ ആത്മാവിലൊരു പ്രേരണ ഉണ്ടായി ആ രാജ്യത്ത് പോയിട്ട് പ്രവർത്തിക്കണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുക്കത്തെ ഞാൻ രാജസ്ഥാനിലേക്ക് പോകുവാനായി തീരുമാനിച്ചു. ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് 3 മക്കളാണുള്ളത്. ആ 3 മക്കളും ഭാര്യയും തൃശ്ശൂരായിരിക്കുന്ന അവർ ഞങ്ങളുടെ വീട്ടിൽ. ആ അവസരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പിൻപിൽ ഒത്തിരി ചരിത്രമുണ്ട്, പക്ഷെങ്കിൽ അത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
ദൈവത്തിൻ്റെ ആത്മാവ് വടക്കേ ഇന്ത്യയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു വലിയ ദർശനം, ഒരു വ്യക്തിയായിരിക്കുന്ന പ്രകാശം ആത്മാവിൻ്റെ ദൈവത്തിൽ പ്രേരണ തന്നു. അങ്ങനെ ഇരിക്കുന്ന കാലങ്ങളിൽ രാജസ്ഥാനിൽ തോമസ് മാത്യു, കെ വി ഫിലിപ്പ് ഇങ്ങനെ രണ്ട് ദൈവദാസന്മാർ സുവിശേഷ പ്രവർത്തനത്തിലായിരിക്കുന്നുവെന്ന് അറിയുകയും അവിടെ പോകുവാൻ ഒരു കാരണമുണ്ടായി. അവർ ക്ഷണിച്ചത് പ്രകാരം എൻ്റെ സഹോദരിയുടെ മക്കൾ അഹമ്മദാബാദിൽ ജോലിയോട് ബന്ധത്തിലായിരിക്കുന്ന സ്ഥാനത്ത് അവർ എന്നെ അവിടേക്ക് ക്ഷണിച്ചു. അവിടെ ഞാൻ ചെല്ലുന്ന എന്ന് അവരോടുകൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജോധ്പൂരിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കെ വി ഫിലിപ്പ് എന്നായിരിക്കുന്ന ദേവദാസൻ അവിടെ വരികയും അദ്ദേഹം പരിചയപ്പെടുകയും അദ്ദേഹം എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു. ആ സമയത്ത് എൻ്റെ കൂടെ കർത്താവിൻ്റെ മുഖത്തുള്ള ശിക്ഷയിലായിരുന്ന പി വി ആശാരി ഉപദേശിയും ഞാനും കൂടെ യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ ഒന്നിച്ച് കേരളത്തിൽ വളരെ സമയങ്ങൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതോടുള്ള ബന്ധത്തിൽ അദ്ദേഹമായിട്ട് ഉള്ളതായിരിക്കുന്ന ഒരു ഒന്നിച്ചു പോകാൻ ഉള്ള ക്രമീകരണം ഉണ്ടായി. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സഹോദരിയുടെ മക്കളോടുകൂടെ അവിടെ പാർക്കുകയും അവിടുത്തെ ലോക്കൽ പാസ്റ്റർ അവിടെ ക്രമീകരിച്ച മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയാക്കി. അതിൽ ജോധ്പൂരിൽ ശുശ്രൂഷിക്കുന്ന കെ വി ഫിലിപ്പ് യാദൃശ്യമായിട്ട് അവിടെ വന്നു ചേരുവാനും ഞങ്ങളെ കാണുവാനും ഒന്നിച്ച് അല്പസമയം പ്രാർത്ഥനയിലും ആയിരിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ രാജസ്ഥാനിലേക്ക് ക്ഷണിച്ചു. ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന് വേണ്ടി ഉള്ളതായിരിക്കുന്നൊരു താല്പര്യം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആകയാൽ ഞാൻ അതിനുവേണ്ടി സമർപ്പിച്ചു. ഞാനും പി വി ആശാരി എന്നായിരിക്കുന്ന ദൈവാസൻ ഞങ്ങൾ ഒന്നിച്ച് കെ വി ഫിലിപ്പിൻ്റെ പാർക്കുന്ന ജോധ്പൂരിലേക്ക് യാത്ര ചെയ്തു. അവിടെ ചെന്ന് അദ്ദേഹത്തോടുകൂടെ അവിടെ പാർക്കുകയും അവിടെ അദ്ദേഹം ക്രമീകരിച്ചായിരിക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം തന്നു. ആ ശുശ്രൂഷയിൽ കർത്താവ് അത്ഭുതമായിട്ട് പ്രവർത്തിച്ചു. അനേകർ രക്ഷയിലേക്ക് വരുവാനും അനേകർ ആത്മീയമായിട്ട് വളരുവാനും ആ സഭയിൽ ഒരു ആത്മീയമായിരിക്കുന്ന ചൈതന്യം ഉണ്ടാകുവാനും ദൈവം തീർന്നു. അങ്ങനെയായിട്ട് എൻ്റെ അവിടെയുള്ളതായിരിക്കുന്ന ശുശ്രൂഷ സമയത്ത് നിന്ന് ചില സ്ഥലങ്ങളിലൊക്കെയും പോവുകയും ബോംബെയിലും അവിടെ ഇവിടെയൊക്കെ യാത്രകളിൽ ശുശ്രൂഷിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി. എന്നാൽ ഞാൻ മടക്കയാത്ര കേരളത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോധ്പൂരിൽ ഉള്ളതായിരിക്കുന്ന കെ വി ഫിലിപ്പിനോട് ബന്ധപ്പെട്ട് പി എം ഫിലിപ്പ് മുഖാന്തരം വടക്കേ ഇന്ത്യക്ക് അയച്ച തോമസ് മാത്യു എന്ന പേരായിരിക്കുന്ന ദേവദാസൻ ഉദയ്പൂർ പട്ടണത്തിൽ ശുശ്രൂഷിക്കുന്നു. അദ്ദേഹം ഞാൻ ജോധ്പൂരിൽ വന്ന് ശുശ്രൂഷിച്ചതായിരിക്കുന്ന വിഷയങ്ങളും ഒക്കെയും അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ദൈവം പ്രേരണ നൽകി എന്നെ അവിടേക്ക് ക്ഷണിക്കണമെന്നുള്ളത് എനിക്ക് ഉണ്ടായി. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വളരെ ആദ്യമായിരുന്നു എൻ്റെ പിതാവ് കേരളത്തിൽ ശുശ്രൂഷിച്ചെങ്കിൽ എനിക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും പോകണമെന്നുള്ളതായിരിക്കുന്ന താല്പര്യം എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ടായി. അതനുസരിച്ച് ഞാൻ ഒരു പൂർണ്ണസമയം വടക്കേ ഇന്ത്യയിൽ ശുശ്രൂഷയ്ക്കായിട്ട് പുറപ്പെട്ടു. ആ പുറപ്പെടുന്നതായിരിക്കുന്ന തീരുമാന സമയത്ത് തന്നെ യാത്ര ചെയ്യുവാനുള്ളതായിരിക്കുന്ന പരിചയമില്ല, ഭാഷയില്ല, ഞാൻ ഹിന്ദി പഠിച്ചിട്ടില്ല, പിന്നെ മലയാളം മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ആ യാത്രയ്ക്ക് എല്ലാ ക്രമീകരണം ചെയ്ത് ഞങ്ങളുടെ ലോക്കൽ സഭയിലിരിക്കുന്നതായിരിക്കുന്ന പാസ്റ്ററും വിശ്വാസികളിലും എന്നെ യാത്ര ചെയ്യുവാനായിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നെന്നെ പ്രാർത്ഥനയിൽ യാത്ര അയച്ചു. ആ യാത്ര ട്രെയിനിൽ വടക്കോട്ടല്ല തെക്കോട്ടാണ് പോകുന്നത്. അതായത് ആ ഡയറക്റ്റുള്ളതായിരിക്കുന്ന ഒരു ഡയറക്റ്റ് ബോംബെക്കുള്ളതായിരിക്കുന്ന യാത്ര ട്രെയിൻ ടിക്കറ്റൊക്കെയും ഉള്ളതായിരിക്കുന്ന പല കാര്യങ്ങളും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് എല്ലാം ക്രമീകരിച്ചു. അങ്ങനെ വടക്കോട്ടുള്ളതായിരിക്കുന്ന യാത്രയ്ക്ക് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. എന്നെ യാത്ര അയക്കുവാൻ സഭയുള്ളതായിരിക്കുന്ന ദൈവാസന്മാരും വിശ്വാസികളും പലരും വന്നിരുന്നു. ആ യാത്ര ഞാൻ കപ്പലിലല്ലേ അല്ല ആദ്യം ട്രെയിനിൽ പോയി. ആ യാത്ര ടിക്കറ്റ് ബുക്ക് ചെയ്ത് തൃശ്ശൂരിൽ നിന്ന് കയറുവാനുള്ള ക്രമീകരണം ചെയ്തിരുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ളതായിരിക്കുന്ന യാത്രയാണ്. ആ യാത്രയിൽ
പരിചയമില്ലാതിരിക്കുന്ന ഒരു ദേശീയമായതുകൊണ്ട് വളരെ പ്രാർത്ഥിച്ചിറങ്ങി. എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഞാൻ ബുക്ക് ചെയ്തിരുന്നായിരിക്കുന്ന സീറ്റ്, കമ്പാർട്ട്മെൻറ്റ് സീറ്റിൻ്റെ അടുത്ത സീറ്റ് എന്നെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ വിവാഹം നടത്തിയതായിരിക്കുന്ന പാസ്റ്റർ കെ.ഇ. എബ്രഹാം ബോംബെയിൽ ഒരു പ്രോഗ്രാമിനുമായിട്ട് പോകുമെന്നു ഞാൻ ബുക്ക് ചെയ്തായിരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത സീറ്റ് അദ്ദേഹമായിരുന്നു. അങ്ങനെ ദൈവം അത്ഭുതമായിരിക്കെ നിലയിൽ ഭാഷ അറിയാത്ത ആൾ ബോംബെയിൽ ചെല്ലുവാനായിട്ട് ദൈവാസനം കൂടെ യാത്ര ചെയ്തു. ബോംബെയിൽ അവിടെ ഒരു കൺവെൻഷൻ കെ എബ്രഹാമിനായിട്ട് അവിടെ തയ്യാറുണ്ട്. ഏബനേസ് ഒരു സ്കൂളിൻ്റെ ഇത് ക്രമീകരിച്ചിരുന്നു. കെ വി കുര്യൻ എന്ന പേരായിരിക്കുന്ന ഒരു ദൈവദാസനാണ് നിന്ന് ബോംബെയിലെ ശുശ്രൂഷയിലായിരിക്കുന്നത്. അവർ സഭയായിട്ട് എബ്രാഹിമിനെ സ്വീകരിക്കാൻ വന്നപ്പോൾ ഞാനും കൂടെ ഉണ്ട്. ഞങ്ങളെ ഒന്നിച്ച് അവർ ക്ഷണിച്ചു. ഏബനേസർ സ്കൂളിൻ്റെ കാമ്പസ് അവിടെയുള്ള ഹാളിൽ കെ എബ്രാഹിമിന് കൺവെൻഷന് വേണ്ടിയിട്ട് നോട്ടീസ് അടിക്കുകയും അതിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി അദ്ദേഹം പോകുമ്പോൾ എന്നെ കെ എബ്രാഹിം സാറ് കൂടെ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നോടുകൂടെ എബനേസർ സ്കൂൾ ഗ്രൗണ്ടിൽ ചെന്നു. പാസ്റ്റർ എന്നോട് സാക്ഷി പറയാൻ പറഞ്ഞ് ഞാൻ സാക്ഷി പറഞ്ഞു. അതിനുശേഷം ആ ദിവസങ്ങളിലെ ചില മീറ്റിങ്ങുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. പാസ്റ്ററെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇടയ്ക്ക്? അതെ, ഇടയ്ക്ക് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാൻ മനസ്സിൽ ആഗ്രഹം വരുന്നു. ഈ കെ എബ്രഹാം സാറപ്പച്ചനുമായിട്ടൊക്കെ ഉള്ളൊരു യാത്ര, അത് ദൈവം ഒരുക്കിയ ഒരു വലിയൊരു അവസരമാണ്. കാരണം നമ്മൾ ട്രെയിനെ ബുക്ക് ചെയ്യുമ്പോൾ അറിയത്തില്ലല്ലോ ഈ സീറ്റ് ഒന്നിച്ചു വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവത്തിൻ്റെ പ്ലാനിങ്ങാണ്. ഓക്കെ, ഏത് വർഷമാണ് ഇത് സംഭവിക്കുന്നത്? ഏത് ആണ്ടാണ് ഇത്? 1964 ഈ ഞാൻ ഈ വടക്കേണ്ടിയേക്ക് പോകുന്നത്. അതായത് ഇന്നേക്കൊരു 60 വർഷം മുമ്പ്. അതെ, ഞാൻ ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ 93 വയസ്സെന്ന് പറഞ്ഞു. ശരിയാണല്ലോ അതല്ലേ? 93 പ്രവേശിക്കുക. ഈ ജനുവരി മാസം, അടുത്ത ജനുവരി മാസം 92. അതെ, ശരി. ഓക്കെ. അപ്പം 92 ക്രോസ് ചെയ്യും. അപ്പം ഞാൻ ഒരു വയസ്സ് കൂട്ടിയാണ് പറഞ്ഞത് കേട്ടോ, അതുകൊണ്ട് കുറച്ച് നമുക്ക് വയസ്സ് കൂട്ടുന്നത് ശരിയല്ലല്ലോ. എന്താണെങ്കിലും 92ാമത്തെ വയസ്സിലും അപ്പച്ചൻ ഇത്ര ഷാർപ്പായിട്ടുള്ള ഓർമ്മയോടുകൂടെ പറയുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. വല്യപ്പച്ചനെ കുറിച്ച് ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ചേത്തക്കൽ ഗീവറീച്ചൻ എന്നായിരുന്നു അറിയപ്പെടുന്നത് അല്ലേ? ചേത്തക്കൽ ക്യൂർച്ചന് എന്ന് പേരായിരിക്കുന്ന ആൾ എൻ്റെ പിതാവാണ്. ഞങ്ങൾ 9 മക്കളിൽ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. റാന്നി പ്രദേശത്ത് ചേത്തക്കൽ എന്ന് പറയുക സ്ഥാനത്താണ് ജനിച്ചതും അവിടെ വളർന്നു. അവിടെ ആ കാലയളവിൽ മുൻപ് തന്നെ എൻ്റെ പിതാവ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കൊച്ചിൻ സ്റ്റേറ്റിലും കടന്നുപോയിട്ട് മഹത്വമുള്ള ശുശ്രൂഷ ചെയ്ത ഒരു ദൈവസനായരാണ്. ആ കാലയളവിൽ കുന്നംകുളത്ത് എൻ്റെ അപ്പച്ചൻ ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത്. ആ കുന്നംകുളത്ത് വെച്ച് ഇന്ന് അവിടെ ജനിച്ചപ്പോൾ എന്നെ പാസ്റ്റർ കെ.ഇ. എബ്രഹാം അവിടെ എൻ്റെ പിതാവ് സഭയും ക്ഷണിച്ചതനുസരിച്ച് അവിടെ വന്നിരുന്നു. അദ്ദേഹം എന്നെ കരങ്ങളിലെടുത്തിട്ട് ഐസക് മാസ്റ്റർ എന്ന് പറഞ്ഞായിരിക്കുന്ന ഒരാണ് അവിടെ ശുശ്രൂഷകനായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സഭയിൽ വെച്ച് കെ.ഇ. എബ്രഹാം സാർ എന്നെ കയ്യിലെടുത്തിട്ട് പ്രാർത്ഥിച്ച് എബ്രഹാം സാറിൻ്റെ പേര് തന്നെ എബ്രഹാം എന്നുള്ള പേര് വിളിച്ച് എന്നെ അനുഗ്രഹിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മാതാപിതാക്കൾ ഞാൻ അറിയുന്നതാണ് ഈ പറയുന്നത്. അങ്ങനെ കുന്നംകുളത്തിലാണ് ഞാൻ കുറച്ച് സമയങ്ങളിൽ വളരുന്നത്. എൻ്റെ അമ്മയും അപ്പനും അവിടെ മഹത്വമുള്ള ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അവിടെയാണ് ചെറുപ്രായം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവാസം പ്രാർത്ഥിച്ചതല്ല. അങ്ങനെയൊരു സൗഭാഗ്യമാണ് എനിക്കുള്ളത്. അതെ, അപ്പോൾ ഈ പെന്തക്കോസ്തിൻ്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു അപ്പച്ചൻ, അതായത് ചേത്തക്കൽ ഗീവറിച്ചൻ എന്ന് പറയുന്ന അപ്പച്ചൻ. അന്നത്തെ പെന്തക്കോസ്ത് അനുഭവങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഓർമ്മയുള്ളതുണ്ടോ? ആദ്യകാല അപ്പച്ചൻ്റെ വല്യപ്പച്ചൻ്റെ അനുഭവങ്ങളെക്കുറിച്ച്?
എൻ്റെ അപ്പച്ചൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് റാന്നി പ്രദേശത്ത് പാർക്കുന്ന കാലം, ചേത്തയ്ക്കൽ പാർക്കുന്ന കാലങ്ങളിൽ അവർ ജ്യേഷ്ഠനിയന്മാർ ഒരു വലിയ കുടുംബമായിട്ട് അവിടെ ചേത്തയ്ക്കലുണ്ട്. അതിൽ ആ കാലയളവിൽ പെന്തക്കോസിൻ്റെതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങും ഇല്ല എന്ന് വേണം പറയണമെന്ന് പറയാം. കാരണം അങ്ങനെയൊന്നില്ല അവിടെ. ആ ഭാഗത്ത് മിഷണറിമാർ വന്ന് തോട്ടങ്ങളിൽ എൻ്റെ ഉടമസ്ഥരായിരിക്കുന്നവർ, അവർ തോട്ടങ്ങളിൽ വന്ന മിഷണറിമാർ, സുവിശേഷ പ്രവർത്തകരുമായിരുന്നവർ വന്ന് അവിടെ സുവിശേഷം വിളിച്ചത് തോട്ടത്തിൽ ജോലി ചെയ്യുന്നതായിരിക്കുന്ന തൊഴിലാളികളുടെ മധ്യേ അവർ സുവിശേഷം പ്രവർത്തനം ചെയ്തു. അവരെ തൊഴിലാളികൾ ഒന്നിച്ച്, ഈ സാധുവർഗക്കാരൊക്കെയാണ്, പല ഉണ്ടായിരിക്കുമല്ലോ, അവരെ ഒന്നിച്ച് അവരെല്ലാം മിഷണറിമാരുടെ പ്രേരണയാൽ അവർ പ്രാർത്ഥിക്കുകയും രാത്രി സമയങ്ങളിൽ ദീർഘസമയം പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പകർച്ച അവരുടെ ഉണ്ടായി. അങ്ങനെ ഉള്ളപ്പോൾ ഞങ്ങൾ 9 മക്കളാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠന് 12 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുടുംബ പ്രാർത്ഥന മാരാമണ്ണാണ് അപ്പച്ചൻ്റെ ഒക്കെ സ്ഥലങ്ങൾ. മാർത്തോമ സഭയുടെ പാരമ്പര്യ പഴയ കാലങ്ങളിലെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് കുടുംബ പ്രാർത്ഥന. ആ കുടുംബ പ്രാർത്ഥനയിൽ മാതാപിതാക്കൾ മക്കളുമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ട്. അങ്ങനെ എൻ്റെ അപ്പച്ചനും റാന്നിയിൽ ചേത്തയ്ക്കൽ ഞങ്ങളായിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചനും അപ്പച്ചൻ്റെ സഹോദരന്മാരും കൂടിയിട്ട് ഈ തൊഴിലാളികൾ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ ആരാധിക്കും. അത് ഈ മാർത്തോമക്കാരായിരിക്കുന്നവർക്ക് മുഴുവനും അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പരിസ്ഥിതിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ, എൻ്റെ അപ്പാപ്പൻ്റെ അനിയന്മാർ, ഇങ്ങനെ ഇവരെല്ലാം കൂടെ പോയി രാത്രിയിൽ കിടത്തി വരുന്നു. അവരെ ശാസിച്ച് ഈ ബഹളം ഉണ്ടാക്കരുതെന്ന് പോയിട്ട് അങ്ങനെയൊക്കെ ശാസിച്ച് തിരിച്ചു വരുമ്പോൾ എനിക്ക് 12 വയസ്സുള്ള സമയത്ത് എൻ്റെ അമ്മയും ഞങ്ങൾ കൊച്ചു പിള്ളേർ ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ തോമസ് എന്നിവരായിരിക്കുന്ന എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ 12 വയസ്സുള്ളതായിരിക്കുന്ന മകൻ എന്തിനു പറയുന്നു, അപ്പച്ചൻ അടുത്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ കുടുംബ പ്രാർത്ഥനയാണല്ലോ എന്നും നടക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ തോമസ് 12 വയസ്സുള്ള പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അപ്പൻ മകൻ്റെ മുൻപിൽ ഇത് സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട്, മാർത്തോമ പാരമ്പര്യം ദൈവം വളരെയധികം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. എന്നാൽ അതിൽ നിന്ന് ഒരു പിരിവ് ഉണ്ടായത് സ്വന്തം മകൻ അന്യഭാഷയിൽ ആത്മാവിലായി ആരാധിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ അപ്പച്ചൻ അവിടെ മുട്ടുമടക്കി അത് അംഗീകരിക്കുകയും ആ പെന്തക്കോസ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ പുള്ളി അംഗീകരിക്കുകയും ചെയ്തു. അതങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പെന്തക്കോസ് പ്രവർത്തനത്തിൻ്റെ ആരംഭം. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. എൻ്റെ മൂത്ത സഹോദരനിലേക്ക് പകർന്നായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഞങ്ങൾ 9 മക്കളാണ്. 9ാമത്തെ മകനായിരിക്കുന്ന ഞാൻ വളർന്നപ്പോഴേക്കും ഞാനും അനുഭവത്തിലേക്ക് വന്നു. ഈ കാലയളവിൽ ഈ അനുഭവത്തോടെ എൻ്റെ അപ്പച്ചൻ ഈ പെന്തക്കോസിൻ്റെ വിരോധമായിരുന്നത് അംഗീകരിച്ച് അതിനെ സാക്ഷിപ്പാനായിട്ട് അവർ സഭകളിൽ മാർത്തോമ സഭയിലുള്ളതാണെങ്കിലും ആ ഒരു അനുഭവത്തോടുകൂടെ ഒരു ചേഞ്ച് ഉണ്ടായി. അങ്ങനെ ആ ചേഞ്ചിൽ അപ്പച്ചൻ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് അപ്പച്ചൻ അവരുടെ ജ്യേഷ്ഠനിയന്മാർ സഹോദരിമാരിൽ ഏറ്റവും മൂത്ത ആളായതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനയും ഈ അനുഭവവും ദൈവം പകർന്നു കൊടുക്കുവാനും കാലങ്ങളായിട്ട് കുടുംബങ്ങളായിട്ട് എല്ലാവരും ഈ അനുഭവത്തിലേക്ക് വരുവാനിടയായി. ഇതാണ് റാന്നി പ്രദേശത്ത് ചേത്തയ്ക്കൽ കൈതമംഗലത്ത് കുടുംബത്തിൽ പി ടി വർഗീസ്, എൻ്റെ അപ്പച്ചൻ്റെ പേര് പി ടി വർഗീസ് എന്നാണ്. പി ടി വർഗീസിൻ്റെ മക്കളും തുടർന്ന് സഹോദരന്മാരുടെ മക്കളെല്ലാം
കാലക്രമേണ ഈ അനുഭവത്തിലേക്ക് വന്ന് ഇന്ന് പറയാം മുഴുവൻ മൊത്തം കുടുംബങ്ങൾ, എല്ലാ കുടുംബങ്ങളും പെന്തക്കോസ്ത് അവസ്ഥയിലേക്ക് മാറി. അങ്ങനെ അപ്പച്ചൻ ശുശ്രൂഷയായിരിക്കുമ്പോൾ അപ്പച്ചൻ്റെ ഹൃദയത്തിൽ പ്രേരണ, ഈ സുവിശേഷം അപ്പച്ചൻ അംഗീകരിച്ച് മക്കളൊക്കെ വളർന്നുകൊണ്ട് വന്നിരിക്കും. ആ സമയത്ത് കാൽനടയായിട്ട് നടന്ന് ശുശ്രൂഷ ചെയ്ത് തൃശ്ശൂർ റാന്നിയുടെ ഭാഗങ്ങളിലും ആ ഡിസ്ട്രിക്റ്റിൻ്റെ പല ഭാഗങ്ങളിലും അപ്പച്ചൻ പോയി പ്രവർത്തിക്കുക. അപ്പച്ചനോട് കൂടെ സഹോദരങ്ങളും മറ്റു പലരും ദൈവസേവത്തേക്ക് വന്നവർ ഒന്നിച്ച് പ്രവർത്തിച്ച് റാന്നി പ്രദേശത്ത് ഒരു പെന്തക്കോസ്ത് സഭ രൂപീകരിച്ചു. പരിശുദ്ധാത്മ അന്ന് IPC എന്നോ ബ്രദറിനോ ഒന്നും പേരല്ല, ഒരു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു കൂട്ടമായിരിക്കുന്ന ഒരു കൂട്ടം അവിടെ ആരംഭിച്ചു. അതിൽ നിന്ന് എൻ്റെ അപ്പച്ചൻ അവരുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത ആളായതുകൊണ്ട് താൻ ഈ ശുശ്രൂഷ താൻ ഏറ്റെടുത്തുകൊണ്ട് താൻ കുടുംബം കാര്യങ്ങൾ നോക്കുന്നതോടുകൂടെ മക്കളെ വളർത്തുന്നതോടെ സുവിശേഷ പ്രവർത്തനം പോകുന്ന സമയം പിതാവ് വേർതിരിച്ച് ഇത് എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ കാണുകയും ഞാൻ ജനിച്ചു വളർന്നപ്പോൾ ആ അനുഭവത്തിലേക്ക് വരികയും ചെയ്തു. അതാണ് അതിൻ്റെ പാരമ്പര്യം. അവിടെ ആ പ്രവർത്തനങ്ങൾ റാന്നി പ്രദേശത്ത് പല സ്ഥലങ്ങളിൽ ചെറിയ കൂടിവരവുകൾ ഉണ്ടാകുവാനും പ്രാർത്ഥനകൾ ഉണ്ടാകുവാനും അപ്പോഴേക്കും ആ കാലയളവിൽ മാർത്തോമ സഭക്കാരായിരിക്കുന്നവരും ഈ വേർപെട്ട എൻ്റെ അപ്പച്ചനും അങ്ങനെ മാവന്മാരും കൂടി ചേർന്നിട്ട് ഒരു കൺവെൻഷൻ ക്രമീകരിച്ചു. റാന്നിയിൽ ഒരു കൺവെൻഷൻ ക്രമീകരിച്ചു. ആ കൺവെൻഷനിൽ എൻ്റെ അപ്പച്ചൻ്റെ സഹോദരങ്ങളും സഹോദരിമാരും അന്ന് ആ ഭാഗങ്ങളിൽ ശുശ്രൂഷയിൽ വന്നായിരിക്കുന്ന പല ഭാഷക്കാരായിരിക്കുന്നവരും കൂടിയിട്ട് റാന്നിയിലൊരു കൺവെൻഷൻ ക്രമീകരിച്ചു. ആ കൺവെൻഷൻ പ്രാസംഗികനായിട്ട് പാസ്റ്റർ K. എബ്രഹാം സ്കൂളിൽ അധ്യാപകനായിരിക്കുന്ന സമയമാണ്. തന്നെ ഇവർ ക്ഷണിച്ചു. K. എബ്രഹാം വന്ന് അവിടെ വന്ന് വചന ശുശ്രൂഷിച്ച് ഇരിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത സിസ്റ്ററുടെ ഭർത്താവ് കല്ലൂപ്പാറ എന്ന് അവരുടെ വീട്ടുപേര് ഓർക്കുന്നില്ല. എൻ്റെ മൂത്ത മാവിയുടെ ഭർത്താവ്, എനിക്ക് ഓർമ്മ കുട്ടി എന്നാദ്യം തോന്നുന്നു. ഇവർ ഒന്നിച്ച് കൂടിയിട്ട് ഈ റാന്നിയിൽ ക്രമീകരിച്ച കൺവെൻഷന് K. എബ്രഹാം സാർ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മൂത്ത മാവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് പാസ്റ്റർ K. എബ്രഹാമിനോട് ദൂത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ദാസൻ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ തിരയുന്നു, നീ എൻ സന്നിധി എന്നായിരിക്കണമല്ലോ. ഒരു ദൈവശബ്ദം താൻ കേൾക്കുകയും പാസ്റ്റർ K. എബ്രഹാം ഈ മീറ്റിങ്ങിൽ എഴുന്നേറ്റ് നിന്ന് എൻ്റെ മാവനിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ മഹത്വമുള്ള കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹത്തെ പ്രാസംഗികനായിരിക്കും വിളിച്ചതായിരിക്കുന്ന അദ്ദേഹം വന്ന് തൻ്റെ ആദ്യമേ പ്രാസംഗികനായിരുന്നു, മാർത്തോമാ സഭയോടോ ഒക്കെ ആയിരിക്കും. എങ്കിലും തൻ്റെ പ്രസംഗത്തിൽ എൻ്റെ മാവൻ ദൂത് പറഞ്ഞു, എൻ്റെ ദാസൻ ഈ ലോകജോലി വിട്ട്. അപ്പോൾ അന്ന് ഈ പഴയ ചരിത്രത്തിൽ എഴുതിയിട്ട് കേട്ടുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ മാവൻ ഇത് ദൂത് പറഞ്ഞപ്പോൾ പാസ്റ്റർ K. എബ്രഹാം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ എൻ്റെ ജോലി വിട്ടിട്ട് മോഹനമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്ന റാന്നിയിലത്തെ ആദ്യത്തെ കൺവെൻഷനിൽ അന്ന് മാർത്തോമായിൽ പ്രാസംഗികനായിരിക്കുന്ന K. എബ്രഹാം അവിടെ എഴുന്നേറ്റ് തന്നെ സമർപ്പിച്ചു. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് സാക്ഷി ഒരു സാക്ഷ്യം പഴയ ചരിത്രത്തിലുണ്ട്, ഞങ്ങളുടെ കുടുംബചരിത്രത്തിൽ. അങ്ങനെ ആണ് ഞാൻ എൻ്റെ പിതാവ് അതിനോടുകൂടെ കൂടുതൽ പ്രവർത്തനമായിട്ട് ഞങ്ങൾ 9 മക്കളാണ്. ഈ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ അപ്പച്ചൻ കുന്നംകുളത്ത് പോയിട്ട് സഭ സ്ഥാപിച്ചു. അവിടെ സ്ഥാപിക്കുമ്പോൾ ഐസക്ക് എന്ന് പേരായിരിക്കുന്ന ഒരു ദൈവാസന അപ്പച്ചൻ്റെ അസിസ്റ്റൻ്റായിട്ട് കുന്നംകുളം സഭയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് എൻ്റെ അപ്പച്ചന് ഞാൻ ജനിച്ചപ്പോൾ കുന്നംകുളത്ത് സഭയിൽ വെച്ച് അപ്പച്ചൻ്റെ കൂടെ സൂക്ഷിക്കുന്ന ഐസക് മാഷും എൻ്റെ ഉള്ള സമയത്ത് പാസ്റ്റർ K. എബ്രഹാമിനെ അവിടെ ക്ഷണിച്ച് കൺവെൻഷന് അത് അപ്പച്ചൻ പറഞ്ഞു. താന് ആ സമയത്ത്
എൻ്റെ എന്നെ പറഞ്ഞ അത് അപ്പച്ചൻ പറഞ്ഞതാ ഓൾറെഡി ആ പറഞ്ഞു. അച്ഛാ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് അതെ. പേരിട്ടു. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അതെ. ദൈവം എന്നെ കയ്യിലെടുത്ത് അനുഗ്രഹിച്ചു പ്രവർത്തിച്ചു. അങ്ങനെയാണ് എൻ്റെ പിതാവിൽ നിന്നുള്ള അറിവും ഞാൻ കാലക്രമേണ അതെ. അതനുസരിച്ച് ദൈവകൃപയിലാൽ വളർന്ന് ഒരു ശുശ്രൂഷകനായി തീരുവാനിടയായി. പാസ്റ്റങ്ങളെ, അപ്പം ഒരു പെന്തിക്കോസ്റ്റൽ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു. പാസ്റ്റങ്ങളെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രധാന പ്രചോദനമായത് എന്തുവാ? ദൈവവുമായിട്ടുള്ള ഒരു ചെറിയകാല ബന്ധവും അനുഭവങ്ങളും എന്തായിരുന്നു? അങ്ങനെ ഒരു ഗൈഡൻസ്, ഒരു വിളി ഒക്കെ തിരിച്ചറിഞ്ഞ അനുഭവം എന്തായിരുന്നെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. റാന്നി ചേത്തയ്ക്കൽ നിന്ന് പുറപ്പെട്ട് കൊച്ചിയിൽ വന്ന് താമസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ ആ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച സമയത്ത് ഹല്ലേലൂയ റാന്നി പ്രദേശത്തുള്ളായിരിക്കുന്ന ഞങ്ങളുടെ പിതാവിൻ്റെ ഒന്നിച്ച് മക്കളുമായിട്ട് അവിടെ നിന്നൊരു ചേഞ്ച് ചെയ്യുവാൻ, റാന്നിയിൽ നിന്ന് മാറാനായിട്ട് ഞങ്ങൾക്ക് ഭൗതികമായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ആ കാലത്തുണ്ട്. എനിക്ക് 5 ജ്യേഷ്ഠന്മാരാണ്, 3 പെങ്ങൾ, ഞങ്ങൾ 9 മക്കളാണ്. ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ അപ്പച്ചൻ റാന്നി പ്രദേശത്ത് നിന്ന് സെക്കൻഡ് വേൾഡ് വാർ സമയങ്ങൾ ആ കാലങ്ങളിൽ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മക്കളുമായിട്ട് കൊച്ചി സ്റ്റേറ്റിലേക്ക് മാറി താമസിപ്പാൻ എൻ്റെ അപ്പച്ചൻ തീരുമാനമെടുത്തു. അത് ഞങ്ങൾ 6 ആൺമക്കളും 3 പെൺമക്കളും അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കുടുംബം മൊത്തം അപ്പച്ചൻ തൃശ്ശൂർ ഭാഗങ്ങളിൽ വന്ന് പ്രവർത്തിച്ച് അവിടെയുള്ളതായിരിക്കുന്ന അനേക ആത്മാക്കൾ അവിടെ വന്ന് കൂടുവത്. എൻ്റെ അപ്പച്ചൻ ഈ യാത്രകളിൽ കുന്നംകുളം മാത്രമല്ല വാളകം പ്രദേശത്ത് പോയിട്ട് സഭ സ്ഥാപിച്ച് വാളകം ഒരു സഭ രൂപീകരിച്ച് അവിടെ ആയിരിക്കുന്ന സമയത്ത് വളരെ വിശ്വാസികളുള്ളതായിരിക്കുന്ന ഒരു സഭയായിട്ട് അത് വളർന്നു. ആ കാലത്തിൻ്റെ ഉള്ളിൽ അപ്പച്ചൻ പൂർണ്ണമായിട്ട് ശുശ്രൂഷകനായിട്ട് മാറിയതുകൊണ്ട് തൃശ്ശൂർ ഭാഗങ്ങളിൽ നല്ല സ്ഥലങ്ങൾ കൃഷിക്ക്, ഞങ്ങൾ 9 മക്കളാണ്, കൃഷി വീടുകളായിരിക്കുന്ന നിലയിൽ അവിടോട്ട് സൗകര്യത്തിന് വേണ്ടി അപ്പച്ചൻ ഭൂമിയെല്ലാം വിറ്റിട്ട് എൻ്റെ അപ്പച്ചൻ തൃശ്ശൂരേക്ക് ഷിഫ്റ്റായി. അതിനു മുൻപ് അപ്പച്ചൻ സ്ഥാപിച്ച വാളകം സഭയിൽ ഉള്ളതായിരിക്കുന്ന വിശ്വാസികളും അതോട് ചേർന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് അനേക കുടുംബങ്ങൾ വാളകം മൂവാറ്റുപുഴയിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് കുടുംബമായിട്ട് വന്നു. അവരുടെ മധ്യേ ഞങ്ങളുടെ സഭയും എൻ്റെ അപ്പച്ചൻ അവിടെ പ്രാർത്ഥന ആരംഭിച്ച് അവിടെ ആരാധന സൗകര്യങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് ഈ വിശ്വാസികളെല്ലാം ഒന്നിച്ചുകൂടി ആരാധിക്കുകയും അങ്ങനെ പോന്നിരുന്ന കാലങ്ങളിൽ അന്ന് ബൈബിൾ സ്കൂളുകളിൽ പോയി പഠിപ്പാനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. അത് സൗകര്യമുള്ളവർ പോകുന്നുണ്ട്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃഷിക്കാരാണ്. അപ്പച്ചൻ ഞങ്ങൾ 9 മക്കൾ, അതിലേറ്റവും ഇളയ ഞങ്ങളൊരു വലിയ കുടുംബമാണ്. അപ്പച്ചൻ ഷിഫ്റ്റ് ചെയ്ത് റാന്നിയിൽ നിന്ന് പോയി തൃശ്ശൂർ താമസിച്ച് വിശാലമായിരിക്കുന്ന ഒരു കൃഷി വന്നപ്പോൾ അപ്പച്ചൻ്റെ വിശ്വാസികളും കൂടിയിട്ട് തൃശ്ശൂർ കൂട്ടാല എന്ന് പേരായിരിക്കുന്ന സ്ഥലത്ത് ഒരു ചർച്ച് സ്ഥാപിച്ച് ആ സഭയിൽ അപ്പച്ചൻ്റെ വിശ്വാസികളിൽ തന്നെ വേലക്കാരായിരിക്കുന്ന പക്ഷേ ടി പി പോള് അങ്ങനെ ഇരിക്കുന്ന ആധികാരികൾ അവിടെ ശുശ്രൂഷ ഇരിക്കുന്നതിൻ്റെ കാലത്ത് അന്ന് കാലത്ത് ഞാൻ വളർന്നു. എനിക്ക് താല്പര്യമുണ്ടായി പോയിട്ട് സ്കൂളിൽ പഠിക്കണമെന്നുള്ള താല്പര്യമുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചെടുത്ത് അഡ്മിഷൻ എല്ലാം കഴിഞ്ഞു പോയി. ചിലർ ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ലഭിച്ചില്ല. അപ്പോൾ എന്നാൽ നമ്മുടെ പഴയ കാലങ്ങളിൽ പെന്തക്കോസ്ത് സഭകളിൽ ഒരു പാരമ്പര്യമുണ്ട്. വർഷത്തിൽ ഒരു ആഴ്ചയോ 2 ആഴ്ചയോ ഒരു ബൈബിൾ ക്ലാസ് സഭകളിൽ നടത്തുന്ന രീതിയുണ്ട്. അങ്ങനെ ബൈബിൾ സ്കൂൾ നടത്തുന്ന പാരമ്പര്യമനുസരിച്ച് എനിക്ക് 16 വയസ്സുള്ളപ്പോൾ പാസ്റ്റർ TM എബ്രഹാം എന്ന പേരായിരിക്കും ദൈവദാസൻ, കുമ്പനാട് ബൈബിൾ കോളേജിൻ്റെ ടീച്ചറുമാണ്. അദ്ദേഹം അവിടെ ക്ഷണിക്കുകയും ഞങ്ങളെ സംബന്ധിക്കുന്ന കൂട്ടാല ഒരു 15 ദിവസത്തെ ഒരു ക്ലാസ് എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ഒരു പാരമ്പര്യം അന്ന് കാലത്തുണ്ട്. സഭകളിൽ ഒരാഴ്ചയോ ഉണ്ടെങ്കിലും ആരെങ്കിലും വിളിച്ച് ഒരു ക്ലാസ് എടുക്കുന്നത്. ഞങ്ങളുടെ സഭയിൽ ഒരു 2 ആഴ്ചത്തെ ക്ലാസ് എടുക്കാൻ TN എബ്രഹാം സാറ് വന്നവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെറുപ്പമാണ്, എനിക്ക് 10-15 വയസ്സേ ഉള്ളൂ. എങ്കിലും ആ സമയത്ത് തൻ്റെ ക്ലാസ്സിൻ്റെ അവസാനം
ആ, ആ, അന്ന് ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിച്ചിരിക്കുന്നത് BP തോമസ്, TC ഈശോയുടെ മാവൻ, അവരാണ് അന്ന് ശുശ്രൂഷയിൽ അവിടെ ആയിരിക്കുന്നത്. ആ ശുശ്രൂഷ TN എബ്രഹാം ക്ലാസ് എടുത്തതിന് ശേഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും ഒരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ TN എബ്രഹാം സാറ് എൻ്റെ തലയിൽ കൈവച്ചിട്ട് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചനുഗ്രഹിച്ച് എൻ്റെ മേലൊരു വലിയ ആത്മശക്തി പകർന്നു. ആ പകർന്നോടുകൂടെ അന്ന് രാത്രി നേരം വെളുപ്പാകുന്നത് വരെ ഞങ്ങളുടെ ചർച്ചിനകത്ത് സഭയെല്ലാം പിരിഞ്ഞുപോയി. അവിടെ പാസ്റ്റർ VP തോമസും TC ഈശോയെ അവിടെ ഉണ്ട്. അവിടെ ഈ അവസ്ഥയിലേക്ക് ഞാൻ ആയിരുന്നു. ആത്മാവിലായിട്ട് മണിക്കൂറുകൾ ആത്മാവിൽ ദർശനെ കണ്ടു. ആ കിടപ്പിൽ ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ അനേക ജാതികളുടെ മധ്യേ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കുന്നൊരു കാഴ്ച അന്ന് ഞാൻ കണ്ടു. ആ കാണുന്ന ഒരു ഉയർന്ന സ്ഥലത്ത് ഞാൻ നിന്ന് ശുശ്രൂഷിക്കുന്നു എന്നാണ് ഒരു കാഴ്ച കണ്ടത്. കാലങ്ങൾ കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞ മൊത്തം ഞങ്ങൾ തൃശ്ശൂരായി. തൃശ്ശൂർ ഭാഗത്ത് കർത്താവിൻ്റെ മഹത്വ ശിക്ഷ എൻ്റെ പിതാവ് കൊച്ചിൻ സ്റ്റേറ്റിൽ അനേക സഭകൾ സ്ഥാപിച്ചു. ഞങ്ങളുടെ സഭയിൽ TN എബ്രഹാം ക്ലാസ് നടത്തി. അവസാനം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കി എല്ലാവരും ആത്മാവിലായപ്പോൾ അദ്ദേഹം ആ ജനത്തിൻ്റെ മധ്യേ എൻ്റെ തലയിൽ കൈവച്ചിട്ട് അനുഗ്രഹിച്ചു. എടുത്തൊരു വലിയ ശക്തി എന്നെ ഭരിച്ചു. ഞാൻ നിലത്ത് വീണുപോയി. അത്രമാത്രം ആ ശക്തി ഭരിച്ച് മണിക്കൂറുകൾ ഞാൻ ആത്മാവിലായിട്ട് അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ട് അവിടെ കിടന്നു. സഭ പ്രാർത്ഥിച്ചൊക്കെ പിരിഞ്ഞു പോയി. എന്നാൽ ആ കിടപ്പിൽ ഞാൻ ആത്മാവിൻ്റെ ഭരിച്ചപ്പോൾ ഒരു ഉയർന്ന സ്ഥലത്ത് ഞാൻ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഒരു കാഴ്ച എൻ്റെ മുൻപിൽ ഇന്ന് കാണുന്നത് പോലെ എൻ്റെ മുൻപിൽ ഒരു കാഴ്ച കണ്ടു. വർഷങ്ങൾ കഴിഞ്ഞു. ഞാൻ മക്കളായി. കാലങ്ങൾ കഴിഞ്ഞ് ചുരുക്കം പറയട്ടെ, വളരെ വർഷങ്ങൾക്ക് ശേഷം പക്ഷെ PV ആശാരിയുടെ ശുശ്രൂഷകൾ ആ കാലങ്ങളിൽ നടക്കുന്നുണ്ട്. കുന്നംകുളത്ത്, തൃശ്ശൂർ, ഇവിടെ എല്ലാം വന്ന് ആൽപ്പാറയെല്ലാം കൺവെൻഷൻ ശുശ്രൂഷിക്കുന്നു. ആ കൺവെൻഷനിൽ വെച്ച് താനുമായിട്ടൊന്ന് സംസാരിപ്പാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ എനിക്ക് വലിയ ജനക്കൂട്ടത്തിന് അവസരത്തില്ല. എന്ന് പറയട്ടെ, ചുരുക്കം പറഞ്ഞാൽ എൻ്റെ മിസ്സസിൻ്റെ അനിയത്തിയുടെ വീട്ടിൽ താൻ താമസിക്കുക ആയതുകൊണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് താൻ എനിക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു ദീർഘസമയം ആ ദൈവദാസന് വളരെ കാര്യങ്ങൾ ആത്മാവിൽ കണ്ടുകൊണ്ട് എന്നോട് സംസാരിച്ചു. അനേക ജാതികളുടെ മധ്യേ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വേർതിരിച്ചിരിക്കുന്ന അദ്ദേഹത്തിലൂടെയും ദൂതുണ്ടായി. TN എബ്രഹാം സാറിലൂടെ ഉണ്ടായതായിരിക്കുന്ന ആത്മപകർച്ച ആ ദേശത്ത് തന്നെ ഇദ്ദേഹത്തിലൂടെ ഒരു റിപ്പൻറ്റ് ചെയ്തു എല്ലാം എന്നോട് ദൂതായിട്ട് സംസാരിച്ചു. ആ കാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ട് ലോക്കൽ സഭയിൽ സൺഡേ സ്കൂള് അവസാനം അധ്യാപകന് PIPA സംഘടനയുടെ ആരംഭ സമയങ്ങളിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ PIPയുടെ കമ്മിറ്റിയിൽ ഒരു മെമ്പറായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് ഇടയായി തീർന്നു. പക്ഷേ TC ഈശോ എനിക്ക് തുണയുണ്ടായിരുന്നു. അന്ന് കാലത്ത് ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷകനായിരുന്നു. അങ്ങനെ ആ ശുശ്രൂഷയിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് കൂടുതൽ ധാരണ സുവിശേഷമായിട്ട് കടന്നു പോകണം മറ്റ് സഞ്ചരിക്കണം. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്റർ PV ആശാരി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അഹമ്മദാബാദിലൊരു സഭക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ബന്ധപ്പെട്ടവരുമുണ്ട്. അവിടെ ഒരു കൺവെൻഷന് വേണ്ടി ക്ഷണിച്ചു. ആ കൺവെൻഷന് PV ആശാരി എന്നോട് പറഞ്ഞു, നമുക്കൊന്നിച്ച് പോകാമെന്ന്. എൻ്റെ സഹോദരിയുടെ മക്കളാണ് അഹമ്മദാബാദിൽ. അവിടെ പോയി ശുശ്രൂഷിച്ചിരിക്കുമ്പോൾ പാസ്റ്റർ KV ഫിലിപ്പ് ജോധ്പൂരിൽ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ അവിടെ കടന്നു വന്നു. ഞങ്ങളെ കണ്ടു. അദ്ദേഹം ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു. ഞാനും PV ആശാരിയും കൂടെ ജോധ്പൂരിൽ പോയിട്ട് ഒരാഴ്ചയോടെ മീറ്റിങ്ങുകൾ നടത്തി. വളരെ പ്രതികൂലങ്ങളുണ്ട്, പോട്ടെ, അതൊന്നും പറയുന്നില്ല. അണിച്ചിട്ട് മടങ്ങി തിരിച്ചു വന്ന് ഞാൻ ഞങ്ങളുടെ സ്വന്തം വീട്ടിലായിരിക്കുന്ന സമയത്ത് പാസ്റ്റർ തോമസ് മാത്യു ആ കാലത്ത് ഉദയ്പൂർ പട്ടണത്തിൽ താൻ പഠിക്കുവാനും പൗത്തൊരു ശുശ്രൂഷയ്ക്കായിട്ടും വന്ന ഒരു സഹോദരൻ, ചെറുപ്പക്കാരൻ. അദ്ദേഹം പീൽപ്പുമായിട്ടുള്ള ബന്ധത്തിൽ ഈ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ എൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് എനിക്ക് ലെറ്റർ എഴുതി, ബ്രദർ മൗത്തമുള്ളതായിരിക്കുന്ന ശുശ്രൂഷ ചെയ്യേണ്ടത് രാജസ്ഥാനിലാണ്, മടങ്ങി വരണമെന്ന് പറഞ്ഞ് തോമസ് മാത്യു പ്രേരണയായിട്ട് ശക്തിയായിരിക്കാൻ എനിക്ക് ലെറ്റർ എഴുതി. ഞങ്ങളത് വിഷയം വെച്ച് പ്രാർത്ഥിച്ചു.
എൻ്റെ ഭാര്യ എന്നെപ്പോലെ തന്നെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം അഭിഷേകം ചെയ്ത് അറിയപ്പെട്ടതായിരിക്കുന്ന ഒരു ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചു. അനേക രാജ്യങ്ങളിൽ ദൈവാലോചന അറിയുവാൻ തൊക്കണം ദൈവം കൃപ കൊടുത്തതുകൊണ്ട് മിസ്സസിലൂടെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പ്രേരണ ബലം നൽകി ഉണ്ടായിരുന്നു. തുടർന്ന് ഞങ്ങൾ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. ആ സമയങ്ങളിലാണ് തോമസ് മാത്യു ജോധ്പൂരിൽ ഞങ്ങൾ വന്ന് തിരിച്ചു പോകുന്നതായ തോമസ് മാത്യു ലെറ്റർ അയച്ചു. ബ്രദർ, നിങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞു, ജോധ്പൂരിൽ വന്ന് പ്രവർത്തിച്ചു, മടങ്ങി വരണം, സുവിശേഷം രാജസ്ഥാനിലാണ് നടത്തേണ്ടത്, മടങ്ങി വരണമെന്ന്. പല കത്തുകൾക്ക് ശേഷം ഞാൻ പൂർണ്ണമായ ഒരു സുവിശേഷകനായിട്ട് വീടും മക്കളെയും എല്ലാം വിട്ടിട്ട് പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ തോമസ് മാത്യുവിൻ്റെ ലെറ്റർ അനുസരിച്ച് അവിടെ ചെന്ന് തോമസ് മാത്യു ഒറ്റയ്ക്ക്, അന്ന് മാരിയൊന്നും ചെയ്തിട്ടില്ല, ഒറ്റയ്ക്ക് ഒരു കൊച്ചു വീട്ടിൽ പാർക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ എന്നെ വന്ന് തന്നെ സ്വീകരിച്ചു, വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ ഒന്നിച്ച്. ഇനി ഞാൻ വിവരിച്ച് പറയേണ്ട ആവശ്യമില്ല. ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ച് എന്ന് ഉള്ള പേരിൽ ഇന്ന് അറിയപ്പെടുന്നതിൻ്റെ തലത്തൊട്ടപ്പൻ എന്ന് പറയുന്ന തോമസ് മാത്യു, ഞാനും KV ഫിലിപ്പും ആണ്. ജോധ്പൂരിൽ നിന്ന് ആരംഭിച്ചതാണ് അത്. ആ ഒരു പ്രസ്ഥാനം വളർന്ന് ഇന്ന് നാം ഏവരും അറിയുന്ന നിലയിൽ അത് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ വിവരിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ രാജസ്ഥാനിൽ തോമസ് മാത്യുവുമായിരിക്കുന്ന ബന്ധത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ചുരുക്കം 2, 3, 4 പേരൊക്കെ കൂടാനുള്ളൂ. അത് വർദ്ധിച്ചു ഞങ്ങളുടെ പ്രവർത്തനം ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് സുവിശേഷ പ്രതികൾ പക്ഷേ കുര്യച്ചൻ ഡൽഹിയിൽ നിന്ന് ഗോസ്പൽ അയച്ചു തരും. ആ ഗോസ്പലും കൊണ്ട് ഗ്രാമങ്ങൾ, വീടുകൾ കയറി ഇറങ്ങി അനേക പ്രാവശ്യം അയച്ച ഗോസ്പലെല്ലാം ഞങ്ങൾ വിൽക്കും. എന്ന് ഉപജയ സഭ വിശ്വാസികളൊന്നുമില്ല, എന്നാൽ ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ സമുദായക്കാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും മറ്റൊരു വരുമാനമില്ല, ആരും സഹായിക്കാനില്ല. ഗോസ്പൽ വിറ്റ്, സുവിശേഷ പ്രതികൾ വിറ്റ് അതിൽ നിന്ന് 10 പൈസയ്ക്ക് ഒരു ഗോസ്പൽ വയ്ക്കും. ആ വയ്ക്കുമ്പോൾ അത് ഞാൻ ഹിന്ദി പഠിച്ചിട്ടില്ല, കേട്ടിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഗോസ്പൽ വിറ്റിട്ട്, അതൊക്കെയും തൻ്റെ ചരിത്രങ്ങളിൽ നിങ്ങൾ ഇതൊക്കെ വായിച്ചറിയുന്നതാണ്. ഗോസ്പൽ വിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ 10 പൈസയ്ക്ക് ഒരു ഗോസ്പൽ വിൽക്കും. ചുരുക്കി പറയട്ടെ, തോമസ് മാത്യു ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് പോയി, ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ മറ്റ് ഞങ്ങൾക്ക് വരുമാനമൊന്നുമില്ല. ഞാൻ ഗോസ്പലുമായിട്ട് സിറ്റിയിൽ ഇങ്ങനെ ആളുകൾ കൂടി ചെന്നിട്ട്, എനിക്ക് ഹിന്ദി പറയാൻ അറിയത്തില്ല, ഇത് കൈ പിടിച്ചുകൊണ്ട് 10 പൈസ എന്ന് പറഞ്ഞ് 10 പൈസയ്ക്കാണ് വിൽക്കുന്നത്. അങ്ങനെ കൊണ്ടുപോയി പിടിച്ചുകൊണ്ടിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന 10 പൈസ കൊണ്ടുവന്ന് അന്ന് 25 പൈസ കൊടുത്താൽ അല്ലെങ്കിൽ 30 പൈസ കൊടുത്താൽ ഗോതമ്പ് പൊടി കിട്ടുമായിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തോമസ് മാത്യു ഒരു ശുശ്രൂഷിക്കേണ്ട പടത്ത് പോയപ്പോൾ ഒന്നുമില്ല, ഞാൻ കുറച്ച് ഗോസ്പലുമായിട്ട് സിറ്റിയിൽ, ഉദയപൂർ സിറ്റിയിൽ ഒരു കോണിൽ ജനങ്ങൾ കൂടുന്നിടത്ത് കുതിരവണ്ടികളൊക്കെ വന്ന് നിൽക്കുന്നിടത്ത് എന്ന് ഇത് കൈ പിടിച്ചുകൊണ്ട് 10 പൈസ. അപ്പോൾ ഒരാൾ വന്ന്, ചുരുക്കിപ്പോട്ടെ, ഒരു മനുഷ്യൻ വന്ന് ഒരെണ്ണം മേടിച്ചു. ഒരെണ്ണം വാങ്ങിയിട്ട് അദ്ദേഹം 25 പൈസ കൈ തന്നു. അപ്പോൾ ഇനി 15 പൈസ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യാൻ, എൻ്റെ കയ്യിൽ കാശില്ല, എനിക്ക് പറയാനറിയത്തില്ല. ആ മനുഷ്യൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു, 2 എണ്ണം മേടിച്ചു, 5 പൈസ ഇന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഗ്രാമങ്ങളിൽ സുവിശേഷം വിതറി ഉദയപൂരിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ ദൂരെ ഒരു ഗ്രാമത്തിൽ ഞങ്ങളിങ്ങനെ പോയി മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ, അപ്പോഴേക്ക് ഞാൻ അല്പം ഹിന്ദിയൊക്കെ പറയാറായി, കുറച്ചായി. എന്തിനു പറയുന്നു, അവിടെ ഒരു വീട്ടിൽ ഞങ്ങളെ ക്ഷണിച്ചു. ആ വീട്ടിൽ ഞങ്ങൾ ചെന്ന് അവിടെ അന്ന് രാത്രി വെട്ടിക്കുമ്പോൾ അവിടെയുള്ളവരെല്ലാം കൂടെ പ്രാർത്ഥിക്കുന്നതൊക്കെ ആയിട്ട് കൂടി. ആ കൂട്ടത്തിൽ ഈ തോമസ് മാത്യു എന്നോട് പറഞ്ഞു, ഈ ബ്രദർ സാക്ഷി പറയാൻ. ഞാൻ ഈ മുമ്പ് പറഞ്ഞ സാക്ഷി പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇത് ഒന്നും പറയാനറിയത്തില്ല, ഗോസ്പലും കൊണ്ട് പോയിട്ട് നിന്നപ്പോൾ ഒരു സിറ്റിയിൽ കുതിരവണ്ടികളൊക്കെ നിൽക്കുന്നത് ഒരു 10 പൈസ എന്ന് ചോദിക്കുന്നവനൊക്കെ 10 പൈസ എന്നേ പറയുന്നത്. ഒരു മനുഷ്യൻ ഒന്ന് വാങ്ങിച്ച് 25 പൈസ തന്നു അയാളുടെ. പക്ഷെങ്കിൽ അതിൽ 15 പൈസ തിരിച്ചു കൊടുക്കണം. എൻ്റെ കയ്യിൽ ചില്ലറയില്ല. ആ മനുഷ്യൻ ഒരെണ്ണം കൂടെ മേടിച്ചിട്ട്
5 പൈസ ഇന്നും കൊടുത്തിട്ടില്ല. അതായത് കൊടുത്തില്ല. ആ മനുഷ്യൻ താമസിക്കുന്ന ഗ്രാമത്തിൽ 40 കിലോമീറ്റർ ദൂരെയുള്ള ഗ്രാമത്തിൽ കാലങ്ങൾക്ക് ശേഷം പോയി അവിടെ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവസരം ഒരുങ്ങി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം തോമസ് മതി എന്നോട് പറഞ്ഞ് സാക്ഷി പറഞ്ഞു. ഞാൻ കുറച്ചൊക്കെ ഹിന്ദി പറയാറായി. എഴുന്നേറ്റ് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അതിലിരുന്ന മനുഷ്യൻ ഒരാൾ ഉടനെ എഴുന്നേറ്റ് പറയാ, പാസ്റ്റർ പാതിസാവ് അത് ഞാനാവുന്നു ഹൊറൈസറോട്. ഇന്ന് അത് അദ്ദേഹം ഒരു സെൻട്രൽ പാഷായിട്ട് ഉദയപൂരിൽ നമ്മുടെ ഫെലോഷിപ്പിൻ്റെ ഒരു ലോക്കൽ സഭയായിട്ട് ആ ഗ്രാമങ്ങളിൽ നിന്ന് അനേക സുവിശേഷ വേലക്കാർ എഴുന്നേറ്റ് ഇന്ന് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെയാണ് എൻ്റെ സുവിശേഷ പ്രവർത്തനത്തെക്കുള്ളതായിരിക്കുന്ന സാക്ഷ്യം. പിന്നെ കുടുംബത്തോട് ഞാൻ പറയുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോയതാണ് സുവിശേഷ വേല വടക്കേ ഇന്ത്യയിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനു പറയുന്നു, ഇന്ന് നിങ്ങൾ ഏവരും അറിയുന്ന പ്രകാരം ഫിലദൽഫിയ ഫെലോഷിപ്പ് എന്നുള്ളതായിരിക്കുന്നത് ആരംഭം കുറിക്കുവാൻ എനിക്കും തോമസ് മാത്യുവിനും ഇടയാക്കി തീർന്നു. ഇന്ന് ഹാലലിയ ഉദയപൂരിലായിരിക്കുന്ന കാര്യങ്ങൾ വിവരിക്കേണ്ട ആവശ്യമില്ല. ഉദയപൂരിൽ സ്കൂളുകൾ, കോളേജുകൾ, ബൈബിൾ കോളേജുകൾ ആദ്യമായിരിക്കുന്നതെല്ലാം സ്ഥാപിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് ഇന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ, ഫിലദൽഫിയ ഫെലോഷിപ്പിൻ്റെ കൺവെൻഷൻ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ലാതെ ടി വിയിലൂടെയും ഭാഷയിലൂടെയും എല്ലാം ലോകം അറിയുന്നതാണ്. ആ നിലയിൽ ദൈവം അതിനെ വളർത്തി. 10 വയസ്സിൽ തുടങ്ങി ദൈവം അതിനെ വളർത്തി. എൻ്റെ പിതാവ് ബൈബിളെടുത്തു ഇറങ്ങി വടക്കൻ തിരുവിതാംകൂറിൽ വാളകം, കുന്നംകുളം ഇങ്ങനെ രാജ്യങ്ങളിൽ സ്ഥാപിച്ചു. അന്ന് IPC എന്നുള്ളതായിരിക്കുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിച്ചിട്ടില്ല. ലോക്കൽ സഭകളിൽ ശിക്ഷിച്ചുകൊണ്ടിരുന്നു. കാലങ്ങൾക്ക് ശേഷം IPC എന്നുള്ള ഒരു രൂപീകരണം ഉണ്ടായത് പാസ്റ്റർക്ക് അപ്പോഴത്തേന് വലിയൊരു പ്രസ്ഥാനങ്ങളായില്ലേ. ആ സമയങ്ങളിൽ അങ്ങനെ ശുശ്രൂഷയിലായിരിക്കുമ്പം ദൈവത്തിൻ്റെ ദാസൻ ഇനി എന്ന് പറയട്ടെ, എൻ്റെ വിവാഹം ചെറുപ്രായത്തിലേ കഴിഞ്ഞു. പാസ്റ്റർ K. എബ്രഹാമിൻ്റെ കീഴിൽ ശുശ്രൂഷയിൽ ഞങ്ങൾക്കൊരു കുടുംബമായി തീരുവാൻ ഭാഗ്യം ദൈവം തന്നു. കർത്താവ് ഞങ്ങളെ അങ്ങനെ അനുഗ്രഹിച്ചു. അതിന് എനിക്ക് 3 മക്കളാണ്. 2 ആൺമക്കളും. നിങ്ങളേവരും അറിയുന്ന പ്രകാരം ഇന്ന് കേൾക്കുന്നവരറിയുന്ന എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ മകൻ വില്ലി എൻ്റെ ഇളയ മകനാണ്. എൻ്റെ മൂത്തൊരു ബേബിയുണ്ട്. അദ്ദേഹം തൃശ്ശൂർ കുടുംബത്തിലുണ്ട്. പിന്നെ ഞാൻ വില്ലി അമേരിക്കയിൽ വന്നതുകൊണ്ട് അവരുടെ പ്രേരണയാൽ ഞാൻ വാർദ്ധക്യത്തിലായതുകൊണ്ട് എന്നെയും കൂടെ കൊണ്ടുവന്നു. ഞാനിന്ന് രാജസ്ഥാനിൽ അമേരിക്കയിലെ വില്ലിയുടെ കൂടെ ഞാൻ ചിക്കാഗോയിലായിരിക്കുന്നു. ഇപ്പോൾ 92 വയസ്സ് കഴിയാൻ പോവുകയാണ്. അത്രയത്തോളം ദൈവം ആയുസ് തന്നു. എൻ്റെ പിതാവ് ദൈവം എടുത്ത് ശുശ്രൂഷിച്ചതിൻ്റെ പിന്തടവ എനിക്കിത് ഏറ്റെടുക്കുക ദൈവം ഭാഗ്യം തന്നു. അത് എൻ്റെ മക്കളിലേക്ക് ഇന്ന് കൈമാറി. ഇനി മുമ്പോട്ടുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് ഞങ്ങളായിരിക്കുന്ന നിലയിൽ എൻ്റെ മോൻ അടുത്തിരിപ്പുണ്ട്, വില്ലി. ഒന്നിച്ച് അവരോടുകൂടെ അമേരിക്കയിലായിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഭവനത്തിൽ നിന്ന് പാടിക്കുകയാണ്, മറ്റൊന്നും ചെയ്യുന്നില്ല. പ്രാർത്ഥിക്കുക, ഇവിടെയുള്ള ആരാധനയെ സംബന്ധിക്കുക. ഇത് മാത്രം ഇന്ന് ഞാൻ ആയിരിക്കുന്നതാണ്. ഇന്ന് 92ാമത്തെ വയസ്സ് ആകുന്നു. താങ്ക് യു പാസ്റ്റർ. വില്ലി പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യും. എന്നാൽ അതിന് ഇടയിൽ ഞാനൊരു കമൻറ്റ് പറയുകയാണ്. ചേത്തക്കൽ ഗീവറിച്ചനെന്ന് പറയുന്ന അധികാല പാസ്റ്റർ, പിന്നെ പാസ്റ്റർ KV എബ്രഹാം, അതിനുശേഷം വില്ലി പാസ്റ്ററുടെ മകനും കുടുംബവും കഴിഞ്ഞ വീക്കിൽ നമുക്ക് വന്ന് സാക്ഷ്യം നമ്മുടെ ചാനലിൽ പറഞ്ഞപ്പോൾ 4 തലമുറ ഒന്നിച്ച് ശുശ്രൂഷിക്കുന്നു എന്നുള്ളൊരു, അല്ലേ, 4 തലമുറയെ കർത്താവ് ശുശ്രൂഷയിൽ നിർത്തുന്നു എന്നുള്ളൊരു അസാധാരണമാകുന്ന ദൈവകൃപ ഭാഗ്യം ഉണ്ട്. അതും എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. 4 ജനറേഷൻ അതൊരു അനുഗ്രഹമാണ്, ഭയങ്കര വലിയ അനുഗ്രഹം. കാരണം പല കുടുംബങ്ങളിലും അങ്ങനെ കാണാതെ പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ ചേത്തക്കൽ ഗീവറിച്ചൻ്റെ കൊച്ചുമക്കൾ, അവരുടെ മക്കൾ, അവരെയൊക്കെ കർത്താവ് ഒന്നിച്ച് നിർത്തിയിരിക്കുന്നു. അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു കാര്യം കൂടെ, കേരളത്തിലെ കുമ്പനാട് കൺവെൻഷൻ പോലെ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷനാണ് ഈ പറഞ്ഞ നവാപൂർ കൺവെൻഷൻ. നവാപൂർ കൺവെൻഷനെ കുറിച്ചാണ് അപ്പച്ചൻ മെൻഷൻ ചെയ്യുന്നത്. അമ്മച്ചി ഒരു പ്രോഫറ്റിക് അനോയിൻറ്റിങ്ങോടെ, അല്ലേ, ഒരു പ്രവാചകി എന്ന ശുശ്രൂഷ ചെയ്തിരുന്നു.
എൻ്റെ ബിസിനസ് അതെ. എൻ്റെ അപ്പച്ചൻ എന്നായിട്ട് ദൈവഭാഗത്തേക്ക് വന്ന ഒരു കുടുംബമാണ്. ആലുവായിൽ പുത്തമ്പുരയ്ക്കൽ എന്ന് പറയും വീട്ടുകാര്. ചാക്കോ എന്ന് പറയുന്ന മകളാണ് അന്നമ്മ. എൻ്റെ വിവാഹം ഇന്നത്തെ നിലയിലാണെന്ന ഏരിയയിൽ അങ്ങനെ ആരും ചെയ്യത്തില്ല. ഒരു ബാലവിവാഹം പോലെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു 18 വയസ്സുള്ളപ്പോൾ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പിന്നെ ഉദയപുരി പോയപ്പോഴേക്കും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. തോമസ് മാത്യു പാസ്റ്റർ വിവാഹം കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. മൂന്ന് കുഞ്ഞുങ്ങളെ ഞാൻ ഉദയപൂർ പോകുന്നതിന് 3 കുഞ്ഞുങ്ങളെ തന്നെന്ന് ഇളയ മകൻ വില്ലി കൈക്കുഞ്ഞാണ്, പ്രായമേ വിലി പാസ്റ്ററെ, അപ്പച്ചൻ പറഞ്ഞതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. പാസ്റ്റർക്ക് ഇനി അപ്പച്ചൻ്റെ ഒക്കെ അനുഭവങ്ങൾ ഓർമ്മയുള്ളതും പാസ്റ്റർ അനുഭവങ്ങളും കേൾക്കണം കേട്ടോ. അങ്ങനെ ഒരു കുടുംബത്തിൽ വളർന്നപ്പോൾ ഉണ്ടായ ജീവിതാനുഭവങ്ങളും കേൾക്കണം. അപ്പച്ചൻ്റെ അനുഭവങ്ങളിൽ വിട്ടുപോയതും ദൈവപ്രവൃത്തിയുടെ മഹാത്ഭുതങ്ങളും പാസ്റ്റർ പേഴ്സണൽ അനുഭവങ്ങളും ഒക്കെ എന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമാണ്. കണ്ടിന്യൂ ചെയ്യാം പാസ്റ്റർക്ക്. ഇനി ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യത്തില്ല കേട്ടോ, പാസ്റ്റർ ഇന്ന് കേൾക്കാനുള്ള ആഗ്രഹത്തിരിക്കുക. ഒരു ശബ്ദം കൂടെ, ഒരു വാക്കുകൂടെ പറയാം. തീർച്ചയായിട്ടും അപ്പച്ച. ഫിലിപ്പലീപ്പിയ ഫെലോഷിപ്പ് ഞാനും തോമസ് മാത്യുവും ഞങ്ങളുടെ കൂടെയുള്ള 2-3 സഹോദരർ കൂടിയാണ് അത് തുടങ്ങിയത്. അന്ന് മുതൽ അതൊരു രൂപീകരണമായി, രജിസ്റ്ററായി. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് തോമസ് മാത്യുവും വൈസ് പ്രസിഡൻ്റായിട്ട് ഫിലദൽഫിയ ചർച്ചിൻ്റെ ആയിട്ട് ദീർഘവർഷങ്ങളിൽ നവപൂർ വരെയും ആ ശുശ്രൂഷയിൽ കൺവെൻഷനിൽ പ്രഥമ ശുശ്രൂഷ തിരുവത്താഴമുണ്ട്. ആ തിരുവത്താഴ ശുശ്രൂഷ അനുഗ്രഹിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. കാരണം എല്ലാവരും പറയാം അപ്പച്ചന് അറിയാൻ മതിയാണ്. തിരുവത്താഴ ശുശ്രൂഷം അനുഗ്രഹിച്ച് അനേകായിരങ്ങൾക്ക് കൊടുക്കുവാൻ തക്കോണം ദൈവം എന്നെയും കൂടെ അതിലുപയോഗിച്ചു. അതിൻ്റെ കാരണം എൻ്റെ പിതാവ് പുസ്തകം എടുത്തതുകൊണ്ട്, ദൈവം സുവിശേഷം എടുത്തതുകൊണ്ട് അതിൻ്റെ തലമുറനായി ഇന്നിപ്പോൾ ഒരു ശബ്ദം കൂടെ പറയാം. അതായത് 5ാം തലമുറ, വില്ലിയുടെ മക്കൾ 5ാം തലമുറയാണ്. പ്രൈസ് ലോർഡ്. 4ാം തലമുറ. എൻ്റെ മകൻ 4ാം തലമുറ. എൻ്റെ മകൻ 4ാം തലമുറ. 5ാം തലമുറ വില്ലിയുടെ മക്കൾ, അല്ല എൻ്റെ കൊച്ചുമക്കൾ, വില്ലിയുടെ കൊച്ചുമക്കൾ. അപ്പം 5ാം തലമുറ. ഇനി ഒരു കാര്യം കൂടെ അങ്ങ് പറയേണ്ട, എനിക്ക് അങ്ങ് ഉണരുക. വിൽസൺ, വില്ലിയുടെ മകൻ വിൽസൺ കുമ്പനാട്ട് ലോക്കൽ സഭയിൽ ആരാധനയ്ക്കായിട്ട് മക്കളെയും കൊണ്ടുപോയി. അത് ടൂവീലർ പിടിച്ചതുകൊണ്ട് അവിടെ സഭായോഗത്തിൽ വിൽസൺ സഭായോഗത്തിൽ അവിടുത്തെ പാഷ പ്രസംഗിച്ചുകൊണ്ട് കൊടുത്തു. എഴുന്നേറ്റ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വിൽസൻ്റെ 2 മക്കൾ കൊച്ചുമക്കളാണ്, കുഞ്ഞുങ്ങളാണ്. അവർ 2 പേരും കൂടെ ഇവിടുത്തെ സഭയിലത്തെ രീതി അനുസരിച്ച് 2 പേരും കൂടെ ഓടിച്ചെന്ന് പപ്പായുടെ ഒരിക്കൽ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഓരോ വാക്യം പറഞ്ഞ് ഇറങ്ങി വന്നു. അതാരാണെന്നറിയാം? 5ാം തലമുറ. പ്രൈസ് ദി ലോർഡ്. 5ാം തലമുറയെ കാണുവാനും ആ കുഞ്ഞുങ്ങളുടെ കൂടെ ഇന്നായിരിക്കാനും എനിക്ക് ദൈവം ഭാഗ്യം തന്നു. അതാണ് എന്നെക്കുറിച്ചുള്ള പറയുവാനുള്ളത്. അതായത് ചേത്തക്കൽ ഗിയോളജൻ പാസ്റ്റർ പ്രസംഗിച്ച അതേ കുമ്പനാട്ട് നിന്നുകൊണ്ട് 5ാമത്തെ തലമുറ വാക്യം പറഞ്ഞെന്ന് അപ്പച്ചൻ പറഞ്ഞതിന്റെ ആ സന്തോഷം. 100 വർഷത്തിന് ശേഷം 100ാമത്തെ വർഷമായിരുന്നു. ആ ചാപ്പലിന്റെ ഇനാഗ്രേഷന്റെ സമയമായിരുന്നു. ആ വേദിയിൽ വെച്ചാണ് എൻ്റെ മകൻ അവിടെ ഒരു വചന ശുശ്രൂഷ നടത്തി. അപ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ കുടുംബമായിട്ട് ഇങ്ങോട്ടൊന്ന് വന്നതെന്ന് പറഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങളെയും സ്റ്റേജിൽ വിളിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് ഓർക്കുന്ന ഉടനെ മനസ്സിൽ വരുന്നൊരു കാര്യം, എക്സാക്ട്ലി 100 വർഷം മുമ്പ് ചേത്തക്കൽക്ക് വർച്ചൻ അപ്പച്ചൻ ആ സ്ഥാനത്ത് നിന്ന് ശുശ്രൂഷിച്ച അന്ന് ആ അപ്പച്ചന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ വകയില്ലാത്ത സമയമാണ്. എൻ്റെ 5ാമത്തെ തലമുറ ഇതേപോലെ ഈ വേദിയിലൂടെ കടന്നു വന്ന് ഈ ബൈബിളുമായിട്ട് നിൽക്കുന്നത്. അത് വലിയൊരു സംഭവമായിട്ട് വില്ലി പാസ്റ്ററിനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ആദ്യമായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഇപ്രകാരം നല്ലൊരു പ്ലാറ്റ്ഫോം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ പിതാവിനോട് ചേർന്ന് ഇരുന്നുകൊണ്ട് ഇവിടെ ആയിരിക്കാൻ ഇടയായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ ദൈവാവസരം നൽകി തന്നല്ലോ. അതിനുവേണ്ടി ആസാദി TV പാസ്റ്റർ ഫിന്നിയും അതിനൊരു മുഖാന്തരമായി തീർന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 1000 ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്നു.
അപ്പച്ചൻ പല കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആം, അപ്പച്ചനും അമ്മച്ചിക്കും 3 മക്കളാണുള്ളത്. അതിൽ മൂത്തത് ബേബി എബ്രഹാം പാസ്റ്ററാണ്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ IPCയിലെ. എൻ്റെ ഒരു സിസ്റ്ററുണ്ട്, ഗ്രേസി രാജൻ. ഞാൻ ഇളയത് വില്ലി എബ്രഹാം എന്നാണ് എൻ്റെ പേര്. ഞങ്ങൾ ഷിക്കാഗോയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 2001 മുതൽ 10-25 വർഷമാവുന്നു ഞങ്ങളിവിടെ ആയിരിക്കുന്നു. ഞങ്ങളിവിടെ ഗുഡ് ഷെപ്പേർഡ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ചർച്ച് ഞങ്ങൾക്ക് കൂടെ ഫോം ചെയ്യുവാൻ തക്കൊണ്ട് ദൈവടിയാക്കി. ഹിന്ദി ആരാധനയായിട്ടാണ് ഞങ്ങളത് ആരംഭിച്ചത്. ഞങ്ങളെല്ലാവരും ഹിന്ദി സംസാരിക്കുന്നതുകൊണ്ട്, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതുകൊണ്ട് ഹിന്ദി നല്ലപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് ഹിന്ദി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി റീച്ച് ഔട്ട് ചെയ്ത് ഒരു കോൺഗ്രിഗേഷൻ ഇവിടെ സ്ഥാപിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുന്നു. അപ്പോൾ തന്നെ ജോലിയോടുള്ള ബന്ധത്തിൽ ഹോസ്പിറ്റലിലൊരു പാസ്റ്ററായിട്ട്, ചാപ്ലൈനായിട്ട് 10-24 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുക. അതുകൊണ്ട് ദൈവം ഇടയാക്കിക്കൊണ്ട് ഒരു ബോർഡ് സർട്ടിഫൈഡ് ചാപ്ലൈനായിട്ട്. എൻ്റെ വൈഫിൻ്റെ പേര് മോളി എന്നാണ്. പുള്ളിക്കാരത്തി ഒരു നേഴ്സാണ്. പുള്ളിക്കാരത്തി CGFNS എഴുതി അമേരിക്ക വന്ന്. അങ്ങനെയാണ് ഞങ്ങളിവിടെ വരാനിടയായത്. ഞങ്ങൾക്ക് 2 മക്കളാണ്. വിൽസൺ ഇപ്പോഴൊരു പാസ്റ്ററാണ്. വിൽസൺ ആൻഡ് ഗ്രറ്റ, അവർ ഭാര്യയും ഭർത്താവും. 3 കുഞ്ഞുങ്ങൾ ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. മകള് വിൽസി അറ്റ്ലാന്റയിലാണ് താമസിക്കുന്നത്. വിവാഹം കഴിഞ്ഞു. ജോസഫ് എന്ന് പറയുന്ന മരുമകനാണുള്ളത്. 2 മക്കളും അവർക്കുണ്ട്. അപ്പച്ചൻ്റെ വിഷയങ്ങളൊക്കെ അപ്പച്ചൻ സംസാരിച്ചു. അപ്പച്ചൻ ഏറിയ വർഷങ്ങൾ 55-ൽ പരം വർഷങ്ങൾ രാജസ്ഥാൻ്റെ പ്രദേശത്ത് മിനിസ്റ്ററോടുള്ള ബന്ധത്തിലായിരുന്നു എന്നുള്ള കാര്യം പ്രസ്താവിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പോൾ അപ്പച്ചൻ പറഞ്ഞതുപോലെ തന്നെ 2021 മുതൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങളോടൊപ്പം അപ്പച്ചൻ്റെ കൂടെ ആയിരിക്കുന്നു. ഞങ്ങളുടെ മാതാവ് 2015-ൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു രാജസ്ഥാനിൽ വെച്ച്. അതിനുശേഷമായി അപ്പച്ചനെ ഇവിടെ കൊണ്ടുവരുവാനാണ് ഇടയായത്. അപ്പച്ചന് ഇപ്പോൾ ഈ ജനുവരി മാസം 92 വയസ്സ് തികയുന്ന സമയമാണ്. അപ്പച്ചന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം മെമ്മറി ലോസ് എന്ന് പറയും. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. അതുകൊണ്ടാണ് അപ്പച്ചൻ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതൊക്കെ കേട്ടത്. അതിനുവേണ്ടി അപ്പച്ചൻ പഴയ കാര്യങ്ങളൊക്കെ ലോങ് ടേം മെമ്മറി അത് ഭയങ്കര ഷാർപ്പാണ്. ഒത്തിരി കാര്യങ്ങൾ അപ്പച്ചൻ്റെ ഓർമ്മയുണ്ട്. അതൊരു നല്ലൊരു കാര്യം. ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടെ ഞാൻ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങളൊന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പച്ചൻ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പച്ചൻ്റെ കൂടെയാണ് ഞാൻ വളർന്നത്. എൻ്റെ ജീവിത യാത്രയിൽ ഇപ്പോൾ വരെ ഞാൻ അപ്പച്ചൻ്റെ ഒപ്പമായിരുന്നു. അതുകൊണ്ട് ആ ഒരു സന്തോഷം എനിക്കുണ്ട്. അപ്പച്ചൻ്റെ മിനിസ്ട്രിയും ജീവിതവും ഒക്കെയും കണ്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ അപ്പച്ചൻ്റെ ജനനം എന്ന് പറയുന്നത് 1934 ജനുവരി 22 റാന്നി ചേത്തക്കൽ കൈതമംഗലം കുടുംബത്താണ് ഉണ്ടായത്. അപ്പച്ചൻ പറഞ്ഞ പോലെ അപ്പച്ചൻ്റെ പിതാവിൻ്റെ പേര് പാസ്റ്റർ PT വർഗീസ്, ചേത്തക്കൽ കീവർച്ചൻ എന്നുള്ള അപ്പച്ചനായിരുന്നു. 1877 മാരാമണിലാണ് അപ്പച്ചൻ ജനിക്കുവാൻ തക്കനോടെയായത്. വെല്ലുമ്മച്ചിയുടെ പേര്, അപ്പച്ചൻ്റെ മദറിൻ്റെ പേര് റാഹേൽ എന്നാണ്. അവർക്ക് അപ്പച്ചൻ പറഞ്ഞ പോലെ 6 ആൺമക്കളും 3 പെൺമക്കളുമാണ് ഉള്ളത്. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും. അപ്പച്ചൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതായതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട്. PT വർഗീസ് അപ്പച്ചനെ പറ്റി പറഞ്ഞാൽ, അതായത് ചേത്തക്കൽ കീവർച്ചൻ അപ്പച്ചൻ, എൻ്റെ വെല്ലുപ്പച്ചനെ പറ്റി പറഞ്ഞാൽ, KE എബ്രഹാം പാസ്റ്ററുടെ അല്ലെങ്കിൽ ഉണ്ണൂണി സാറിൻ്റെ ഒരു സമകാലികനായിട്ടാണ് സേവനം അനുഷ്ഠിപ്പാൻ എൻ്റെ വെല്ലുപ്പച്ചന് അവസരം ലഭിച്ചത്. അതായത് IPCയുടെ ഫൗണ്ടേഴ്സായിട്ടുള്ള സ്ഥാപകരിൽ ഒരാളായ ഒരു വ്യക്തിയായിട്ടാണ് പ്രിയ വെല്ലുപ്പച്ചന് പ്രവർത്തിപ്പാൻ തക്കനോടെയായത്. KE എബ്രഹാം സാറിൻ്റെ ബയോഗ്രഫിയിൽ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1925-ൽ IPCയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഫോം ചെയ്ത സമയത്ത് ആർട്ടിക്കിൾ 3 എന്നതിൽ മാനേജിംഗ് ബോഡി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഗവേണിംഗ് ബോഡി എന്നുള്ളത് IPCയുടെ ഉള്ള ദേവദാസന്മാരുടെ പേരിൽ ഒരാൾ എൻ്റെ വെല്ലുപ്പച്ചനായിരുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മിഷണറിമാരായിട്ട് അന്ന് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നവർ, ആ ലിസ്റ്റിലുണ്ടായിരുന്ന പാസ്റ്റർ PM സാമുവൽ പ്രസിഡൻ്റായിട്ടും, പാസ്റ്റർ KC ചെറിയാൻ വൈസ് പ്രസിഡൻ്റായിട്ടും, പാസ്റ്റർ KE എബ്രഹാം, പാസ്റ്റർ T കൊച്ചുകുഞ്ഞ്, പാസ്റ്റർ KC ഉമ്മൻ, പാസ്റ്റർ PT മാത്യു, അതുപോലെ തന്നെ പാസ്റ്റർ VV തോമസ്, പാസ്റ്റർ PO തോമസ്, പാസ്റ്റർ TG ഉമ്മൻ, പാസ്റ്റർ KM സക്രിയ, പിന്നെ ഇവാഞ്ചലിസ്റ്റുമാരായ TV ഐസക്, PM തോമസ്, EK ജോൺ, M സൈമൺ, PK ചാക്കോ, ഇങ്ങനെയുള്ള ദേവദാസന്മാരായിരുന്നു ആ ഫസ്റ്റ് കൗൺസിലിലുണ്ടായിരുന്ന ദേവദാസന്മാർ.
അപ്പച്ചൻ പറഞ്ഞു കുക്ക് സാഹിബിൻ്റെ ഒക്കെ സമയത്ത് വല്യപ്പച്ചന് അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ളതായ അവസരങ്ങൾ ദൈവം ഒരുക്കി കൊടുത്തു. അതിനുശേഷമായിട്ട് ചർച്ച് പ്ലാന്റിങ്ങിനോടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പ്രിയപിതാവ് വല്യപ്പച്ചന് വിളിയുണ്ടായതിനു ശേഷമായിട്ട് പൂർണ്ണമായ സമയം അതിനുവേണ്ടി വേർതിരിച്ചുകൊണ്ട് തിരുവിതാംകൂർ, അതുപോലെ തന്നെ കൊച്ചി ഭാഗങ്ങളിലും, അതുപോലെ വാളകം, തൃശ്ശൂർ, കുന്നംകുളം, കോഴിക്കോട് ഈ ഭാഗങ്ങളിലൊക്കെയും വന്ന് ശുശ്രൂഷ ചെയ്യുവാനും സഭകൾ സ്ഥാപിക്കുവാനൊക്കെയും വല്യപ്പച്ചന് അവസരമുണ്ടായി. ഇനി അപ്പച്ചൻ്റെ കാര്യങ്ങൾ ഞാൻ ചിലത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പച്ചൻ പറഞ്ഞ പോലെ 1945 വല്യപ്പച്ചനും ഒരു കുടുംബമായിട്ട് തൃശ്ശൂർക്ക് മാറി താമസിക്കുവാൻ തക്കനോടെയായി. തൃശ്ശൂരിൽ കൂട്ടാല എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പച്ചൻ ഓൾറെഡി പറഞ്ഞു. വല്യപ്പച്ചൻ കുന്നംകുളം സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അപ്പച്ചൻ്റെ KV എബ്രഹാം അപ്പച്ചനെ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ സമർപ്പിക്കപ്പെട്ടത്. അന്ന് KE എബ്രഹാം സാറായിരുന്നു അപ്പച്ചനെ കരങ്ങളിലെടുത്ത് അനുഗ്രഹിച്ച് കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്തത്. അന്ന് ആ ദേവദാസിൻ്റെ പേര് തന്നെ ഇട്ടു എന്നാണ് അപ്പച്ചൻ പറയുന്നത്. എബ്രഹാം എന്ന് പറയുന്ന പേരിട്ട് അപ്പച്ചനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പച്ചൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പച്ചൻ 8ാം ക്ലാസ് വരെ പഠിച്ചെന്നുള്ളതാണ് അപ്പച്ചനിലൂടെ അറിയുവാൻ തക്കനോടെയാകുന്നത്. ആശാൻ പള്ളിക്കൂടത്തിലായിരുന്നു അപ്പച്ചൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പച്ചൻ എഴുത്തുഓലയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ അപ്പച്ചൻ വന്നപ്പോൾ അപ്പച്ചൻ എഴുത്തുഓല ഒരു കെട്ട് അപ്പച്ചൻ അന്ന് എഴുതിക്കൊണ്ടിരുന്ന ആ കെട്ട് ഓല എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വലിയ ട്രഷറായിട്ട് കണക്കാക്കിയിരിക്കുകയാണ്. അന്ന് കാലത്ത് അപ്പച്ചൻ എഴുതി പഠിച്ച ആശാൻ പള്ളിക്കൂടത്തിൽ പഠിച്ച ആ ഓലയൊക്കെ. അപ്പച്ചൻ്റെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറുപ്രായത്തിൽ തന്നെ അപ്പച്ചൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. വല്യമ്മച്ചി അപ്പച്ചൻ, അതായത് എൻ്റെ വല്യമ്മച്ചി വളരെ ദൈവഭക്തിയായൊരു സ്ത്രീയായിരുന്നു. വല്യപ്പച്ചൻ സുശേഷ വേലയുള്ള ബന്ധത്തിൽ പല ഭാഗങ്ങളിലൊക്കെയും സഞ്ചരിച്ച് യാത്ര ചെയ്ത് സുശേഷ വേല ചെയ്യുന്ന സമയത്ത് ഈ അമ്മച്ചിയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെയും വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വല്യമ്മച്ചി പലപ്പോഴും അപ്പച്ചൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും ഇങ്ങനെ പലയിടത്തും പോയിട്ടൊക്കെ തിരിച്ചു വരുന്ന ഉടനെ യോഗത്തിനും കൂട്ടങ്ങൾക്കൊക്കെ പോയിട്ട് വരുന്നത് ഇപ്പോഴും അപ്പച്ചൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഒരു റബ്ബർ പറമ്പ് അപ്പച്ചൻ ഓർക്കുകയാണ്. ആ റബ്ബർ പറമ്പിൽ ഇരുന്ന് വല്യമ്മച്ചി ടയേർഡായിട്ട് വളരെ ക്ഷീണിതയായിട്ട് ഇരുന്നുകൊണ്ട് അല്പസമയം വിശ്രമിക്കുന്ന സമയത്ത് ഈ അപ്പച്ചനെ ഇങ്ങനെ മടിയിൽ കിടത്തിക്കൊണ്ട് ഈ വല്യമ്മച്ചി പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് അപ്പച്ചൻ മിക്കവാറൊക്കെ ഇപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അപ്പച്ചൻ പറയുന്നത് അന്ന് ആ അമ്മച്ചി, എൻ്റെ അമ്മച്ചി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് എൻ്റെ മക്കളെ സുശേഷ വേലയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയെക്കുറിച്ച് അപ്പച്ചൻ ചെറുപ്രായത്തിൽ നടന്നൊരു കാര്യത്തിൽ. അപ്പോൾ അപ്പച്ചൻ പറയുന്നത് അമ്മച്ചിയുടെ കണ്ണുനീര് എൻ്റെ മേത്തോട്ട്, എൻ്റെ മുഖത്തോട്ട്, എൻ്റെ ശരീരത്തിലോട്ട് ഒഴുകുമായിരുന്നു എന്നൊക്കെ പറയുന്ന അനുഭവങ്ങളൊക്കെ, അതൊക്കെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഞാനൊരു ദേവദാസനാണ്, എനിക്കറിയാം അതെന്തുമാത്രം വിലപ്പെട്ട പ്രാർത്ഥനയായിരുന്നു, കണ്ണുനീരായിരുന്നു എന്നുള്ളത് എനിക്കതിനെ വിലമതിക്കുവാൻ കൊണ്ട് സാധിക്കും. അപ്പച്ചൻ ഒരു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ സ്വീകരിപ്പാനിടയായി. അപ്പച്ചൻ്റെ സ്നാന ശുശ്രൂഷ നടപ്പം കർത്താവിൻ്റെ കൽപ്പന അനുസരിപ്പാനിടയായത് 1952 പാസ്റ്റർ KC ചെറിയാൻ എന്ന് പറയുന്ന ദേവദാസിൻ്റെ കരങ്ങൾ കീഴിലാണ് സ്നാനപ്പെടുവാനിടയായത്. 1956 പാസ്റ്റർ TN എബ്രഹാം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അപ്പച്ചൻ്റെ പ്രായപ്പാൻ തക്കണം ഇടയായി. അപ്പച്ചൻ്റെ വിവാഹം നടന്നത് 1950 ആണ്. മുടിക്കോട് IPC സഭയിൽ വെച്ചാണ്. പാസ്റ്റർ KE എബ്രഹാമാണ് ആ ശുശ്രൂഷ ചെയ്തതെന്ന് അപ്പച്ചനിലൂടെ അറിയാൻ തക്കനോടെയായിട്ടുണ്ട്. ഒരു ചെറിയൊരു കഥ അതിനിടയ്ക്ക് എനിക്കൊന്ന് ചേർക്കേണ്ടതായിട്ടുണ്ട്. അത് വലിയ വിലപ്പെട്ട ഒരു കഥയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ വല്യപ്പച്ചൻ, എൻ്റെ വല്യപ്പച്ചൻ വാളകം ഭാഗത്തു നിന്നൊക്കെയും പെരുമ്പാവൂരിൽ നിന്നൊക്കെയും തൃശ്ശൂർക്ക് കാൽനടയായിട്ട് പോകുമായിരുന്നു. അപ്പോൾ പറയുന്നൊരു കഥ, വല്യപ്പച്ചൻ അതിലെ ചോറ് പൊതി കയ്യിലുണ്ട്, നടന്നുമാണ് പോകുന്നത്. അപ്പം ആലുവ, പള്ളിക്കര, ചൂണ്ടിക്കൽ, അതവിടെയാണ് അവിടെയുള്ള ആ റോഡേക്കൂടെ നടന്നു പോകുന്ന വഴിക്ക് അപ്പച്ചൻ്റെ കയ്യിൽ ഈ ചോറ് പൊതി ഉണ്ട്. അപ്പോൾ വല്യപ്പച്ചന് ഇതെവിടെയെങ്കിലും കയറിയിരുന്നെന്ന് കഴിക്കണം. അങ്ങനെ ഒരു അവസരം നോക്കിക്കൊണ്ട് ഒരു സ്ഥലം നോക്കിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഏതോ ഒരു വീടിൻ്റെ മുമ്പിൽ ഒരമ്മച്ചി ഇങ്ങനെ അയൽ തുണി വിരിക്കുന്ന ഒരു സീൻ കണ്ടു. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു ചിന്തയിൽ സംസാരിപ്പാനിടയായി. ആ അമ്മച്ചിയോട് പറഞ്ഞു, ഞാൻ ഈ വീട്ടിലിരുന്ന് ഞാൻ എൻ്റെ ഭക്ഷണം ഞാനൊന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി സ്വീകരിച്ചു. ആ വീട്ടിലിരുന്ന് അപ്പച്ചൻ ആഹാരം കഴിച്ചു എന്നവിടെ പറയുന്നൊക്കെ. അതിനുശേഷമായിട്ട് പ്രാർത്ഥിച്ച് അപ്പച്ചൻ അവിടുന്ന് പോയി. പിന്നെ എപ്പോഴെല്ലാം വന്നിട്ടുണ്ടോ ഈ കുടുംബമായിട്ടുള്ളതായ ഒരു ബന്ധം പുലർത്തുവാനും, ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയുകയാണ്,
എരുമത്തല ചാക്കോ. ചാക്കോച്ചൻ എന്നാണ് വല്യപ്പച്ചൻ്റെ പേര്. ആ കുടുംബം മൊത്തമായിട്ട് കർത്താവിനെ സ്വീകരിപ്പാനും സ്വന്തം രക്ഷയുമായി സ്വീകരിപ്പാൻ രക്ഷയിലേക്ക് അവർ നയിക്കപ്പെടുവാൻ ഈ വല്യപ്പച്ചൻ്റെ ശുശ്രൂഷ മുലയിടയായി എന്നുള്ളൊരു വാസ്തവം കൊണ്ടും. ഇനി കാലം കഴിഞ്ഞപ്പോൾ, കുറേ കഴിഞ്ഞപ്പോൾ, ഈ വല്യപ്പച്ചൻ്റെ ഇളയ മകനായ എൻ്റെ അപ്പച്ചന് വേണ്ടി ആ വീട്ടിലെ മൂത്ത മകളെ, അമ്മണി എന്ന് പറയുന്ന മകളെ കല്യാണം ആലോചിച്ച് ആ കല്യാണവും നടന്നു. അതാണ് എൻ്റെ അമ്മച്ചി. അന്നമ്മ എന്ന് ഒഫീഷ്യൽ പേരും അമ്മണി എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരും. അങ്ങനെയാണ് ആ കല്യാണം നടക്കുവാന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ കല്യാണം നടന്ന അപ്പച്ചൻ പറഞ്ഞല്ലോ 18 വയസ്സും അമ്മച്ചിക്ക് ഇവർ രണ്ടുപേരും വിവാഹപ്രായം അങ്ങ് ആയെന്നുള്ളതേ ഉള്ളൂ. ആ സമയത്താണ് ഈ വിവാഹം നടക്കുന്നത്. അപ്പച്ചൻ പറഞ്ഞ വേറൊരു സത്യം കൂടെ, അപ്പച്ചനും അമ്മച്ചും പറയുന്നൊരു കാര്യം, ഇവർ തമ്മിൽ കണ്ടിട്ടില്ല. ഇവർ കല്യാണത്തിന് വേണ്ടി കസറിൽ വന്ന് ഇരിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതെന്നാണ് അപ്പച്ചനും അമ്മച്ചും ഞങ്ങളോട് പറഞ്ഞത്. ഇന്നത്തെ കാലയളവിൽ, ഇന്നത്തെ കാലത്തൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമുക്കൊന്നും കോംപ്രിഹെൻഡ് പോലും ചെയ്യാൻ വയ്യാത്തൊരു കാര്യമാണ് പറയുന്നത്. എന്നാൽ അന്ന് കാലത്ത് അത് ദൈവിക നടത്തിപ്പ് പ്രകാരമായി നടന്ന ഒരു കാര്യമാണ്. അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ എന്ന് പറയുന്നില്ല. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പറഞ്ഞു പോകട്ടെ. ഞാൻ പറഞ്ഞു, കെ എബ്രഹാം സാറാണ് ആ വിവാഹ ശുശ്രൂഷ നടത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അപ്പച്ചനും അമ്മച്ചിക്കും 3 മക്കളാണുള്ളത്. പാസ്റ്റർ ബേബി എബ്രഹാം, ഗ്രേസി രാജൻ, വില്ലി എബ്രഹാം. ഞങ്ങൾ അപ്പച്ചന് കർത്താവിൻ്റെ വിളി, മഹത്വമുള്ള ശുശ്രൂഷകളുള്ള ബന്ധത്തിൽ വിളി ഉണ്ടാവാൻ മുഖാന്തരമായി തീർന്നത് വല്യമ്മച്ചിയുടേതായ പ്രാർത്ഥനയും മൂലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ പാസ്റ്റർ PM ഫിലിപ്പ് സാറ് പ്രസംഗിച്ചുകൊണ്ടിരുന്നായ ഒരു പ്രസംഗത്തിന് ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുവാൻ അപ്പച്ചന് ഭാഗ്യമുണ്ടായി. അതിനകത്ത് ഒരു പ്രോഫറ്റ്, ഒരു ഒരു മാമച്ചൻ എന്ന് പറയുന്ന ഒരു ദേവദാസൻ, അതായത് അന്നത്തെ ആ മീറ്റിങ്ങിൽ വെച്ച് അപ്പച്ചൻ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഒരു പ്രവചനം അന്ന് മാമച്ചൻ പാസ്റ്ററിലൂടെ ഉണ്ടായിരുന്നത് വളരെ കൺഫേം ആയിട്ട് അപ്പച്ചനത് അറിയുവാനും തൊക്കനുണ്ടായി. ഇത് ദൈവ നിയോഗപ്രകാരമാണ്, ദൈവം വിളിച്ചത് വേർതിരിക്കുന്നതാണെന്നുള്ള ഉത്തമ ബോധ്യം അപ്പച്ചനുണ്ടാവാനുള്ളതായ ഒരു കാരണം കൂടെ ആയിത്തീർന്നു എന്ന് അപ്പച്ചനിലൂടെ കേൾക്കാൻ തൊക്കനുണ്ടായിട്ടുണ്ട്. ബൈബിൾ സ്കൂളിൽ പോകാൻ അപ്പച്ചന് അതിനുശേഷമായിട്ട് താല്പര്യമായിരുന്നു. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങളാൽ കുമ്പനാട്ട് നടന്നില്ല, പുനലൂർ അസംബ്ലീസ് ഓഫ് ഗോഡിൽ നടന്നില്ല. ഏറിയ വർഷങ്ങൾക്ക് ശേഷം അപ്പച്ചന് ഇറ്റാർസി ഫെലോഷിപ്പിലെ കുര്യൻ തോമസ് എന്ന് പറയുന്ന ദേവദാസിൻ്റെ ബൈബിൾ കോളേജിലും അന്വേഷിച്ചു. പക്ഷേ ചില ഭാഷയോടുള്ള ബന്ധത്തിലും വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളിൽ അപ്പച്ചൻ അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ അപ്പച്ചന് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്, നേരത്തെ അപ്പച്ചൻ പ്രസ്താവിച്ചതുപോലെ, അന്ന് കാലത്തൊക്കെയും നമ്മുടെ ലോക്കൽ സഭകളിലൊക്കെയും ദേവദാസന്മാർ, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ദേവദാസന്മാർ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസമൊക്കെ ബൈബിൾ സ്റ്റഡി നടത്തും. അതിൻ്റെയൊക്കെ ആ ബുക്കുകളൊക്കെ അന്ന് കാലത്ത് അപ്പച്ചൻ എഴുതി ഉണ്ടാക്കിയതൊക്കെ എൻ്റെ കയ്യിൽ കൂടി സ്റ്റോക്കിലിരിപ്പുണ്ട്. അതൊക്കെ വലിയ ദൈവവചന പഠനത്തിനുള്ളതായ ഒരവസരമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പാസ്റ്റർ മോസസ് എന്ന് പറയുന്ന ഒരു ദേവദാസനിലൂടെ അപ്പച്ചനിലൂടെ ഉണ്ടായി. ഞാൻ നിന്നെ ജാതികളുടെ മധ്യത്തിൽ അയക്കും എന്നുള്ളതായ ഒരു പ്രവചനവും, അത് അപ്പച്ചന് ലഭിച്ചതായ ആ വിളി ഒന്നും കൂടെ കൺഫേം ആവാൻ തൊക്കണം ആ പ്രവചനം ഇടയായി എന്ന് പറയാൻ തൊക്കണം ആഗ്രഹിക്കുകയാണ്. അതിനുശേഷമായിട്ട് ആചാര്യ ഉപദേശത്തോടുകൂടെ ചേർന്ന് മെയ് 1, 1964 അപ്പച്ചൻ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങി. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ എൻ്റെ അപ്പച്ചൻ എഴുതിയ എല്ലാ ജേർണൽസും ഉണ്ട്. അന്ന് കാലം തൊട്ട് അപ്പച്ചൻ എല്ലാം ഡയറി എഴുതുമായിരുന്നു. അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. 10-18 ഡയറി എൻ്റെ കയ്യിലുണ്ട്. അന്ന് കാലം തൊട്ടുള്ള എവിടെല്ലാം അവർ പോയോ, എവിടെല്ലാം സ്നാന ശുശ്രൂഷ, എത്ര പേര്, 100, 150, ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ചിന്തിച്ച് നോക്കി, ഒരാളെ ഒന്ന് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ എന്തൊരു പാടാണ്. അന്ന് കാലത്ത് ആശാരിദോഷരുടെ കൂടെ അപ്പച്ചനും കൂടെ പോയി പ്രവർത്തിച്ച ഓരോ സ്ഥലങ്ങളിൽ ഇത്ര പേര് സ്നാനപ്പെട്ടു, ഞാനും ആശാരിദോഷ ഇത്ര പേര് സ്നാനപ്പെടുത്തി, ഞാൻ ഇത്ര പേര് സ്നാനപ്പെടുത്തി, ഞങ്ങൾ 2 പേര് ഇത്ര സ്നാനപ്പെടുത്തി. ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായിട്ടുണ്ട്. അത്ഭുതകരമായ രീതിയിലുള്ളതായ പ്രവർത്തനം അന്ന് കാലത്ത് ചെയ്തെടുക്കുവാൻ തൊക്കെയാണ് ആശാര്യ ഉദ്ദേശത്തോടുകൂടെ ദൈവം സഹായിച്ചു. അതിനുശേഷമായിട്ട് അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം, അഹമ്മദാബാദിലുള്ള എൻ്റെ ഒരു മാവി, അന്ന മാവി എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ മാവിക്ക് 2 ആൺമക്കളാണുള്ളത്, PT
എബ്രഹാം NPT ജോസഫ്. അവർ രണ്ടുപേരും അപ്പച്ചനെയും ആശീർവദിച്ചെയും അഹമ്മദാബാദിലോട്ട് ക്ഷണിച്ചു. അങ്ങനെയാണ് അപ്പച്ചൻ ആദ്യമായിട്ട് അഹമ്മദാബാദിലോട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനിടയായത്. ആ യാത്രയിലാണ് കെ എബ്രഹാം സാറ് ട്രെയിനിൽ കണ്ടുമുട്ടി എന്നൊക്കെ പറഞ്ഞ ആ യാത്ര. അതിനുശേഷം അവിടെ ചെന്ന് ചില ദിവസങ്ങളിൽ അവിടെ ചെലവഴിച്ചു. അവിടെ ചെന്നപ്പോൾ ഒരു പ്രാർത്ഥന കൂടി ഒരു ഓർഡർ നടക്കുകയായിരുന്നു അഹമ്മദാബാദിൽ. ആ മീറ്റിങ്ങിൽ പാസ്റ്റർ KV ഫിലിപ്പ് ജോധ്പൂരിൽ നിന്നുള്ള ദേവദാസൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ഇവരെ രണ്ടുപേരെ അവിടെ കണ്ടപ്പോൾ ആ ദേവദാസൻ ക്ഷണിച്ചു, ജോധ്പൂരിലോട്ട് വരണമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു. 1964 കാര്യമാണ് പറയുന്നത്. അങ്ങനെ അപ്പച്ചനും ആശീർവദിച്ചും കൂടെ പാസ്റ്റർ KV ഫിലിപ്പിനോടൊപ്പം ജോധ്പൂരിൽ കടന്നു പോകാനിടയായി. അവിടെ 1-2 ആഴ്ചകളൊക്കെയും ചെലവഴിച്ചതിന് ശേഷം ശുശ്രൂഷിച്ചതിന് ശേഷമായിട്ട് അവർ തിരിച്ച് കേരളത്തിലോട്ട് വരുവാൻ തക്കനോടെയായി. അതിനുശേഷം 1964 ഒക്ടോബർ 24 എൻ്റെ അമ്മച്ചിയിലൂടെ ഒരു പ്രവചനം അപ്പച്ചനോടും ഉണ്ടായി. അതായത് എൻ്റെ ദാസൻ വടക്കേ ഇന്ത്യയിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, വേദന സഹിച്ച് സുശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പച്ചനോടുള്ള ദൈവാത്മാവിൻ്റെ സംസാരമാണ്. അതുകൊണ്ട് നീ കടന്നുപോയി ആ ദേവദാസനോട് കൂടെ ചേരണം, അവിടെ പ്രവർത്തിക്കണം എന്നുള്ള ആ ഒരു പ്രവചനവും ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു ലെറ്ററും തോമസ് മാത്യു പാസ്റ്ററുടെ ഒരു ലെറ്റർ അപ്പച്ചന് ലഭിക്കാൻ തക്കനോടെയായി. ഞാൻ അറിഞ്ഞു പ്രിയ ബ്രദർ രാജസ്ഥാനി വന്നിരുന്നു, ജോധ്പൂരി വന്ന് കടന്നുപോയെന്ന് ഞാൻ അറിഞ്ഞു. ഇവിടെ വന്ന് പ്രവർത്തിക്കണം എന്നുള്ളൊരു ഇൻവിറ്റേഷൻ ലെറ്ററുമായിട്ട് അപ്പച്ചന് ലഭിക്കാൻ തക്കനോടെയായി. അപ്പോൾ അമ്മച്ചിയുടെ പ്രവചനവും ഈ ലെറ്ററും കൂടെ ആയപ്പോൾ അപ്പച്ചന് പൂർണ്ണമായി അത് കൺഫേം ആയി തീർന്നു, കർത്താവിനെ നോർത്ത് ഇന്ത്യയിലേക്ക് എന്നെ അയക്കുകയാണെന്നുള്ള ആ ബോധ്യത്തോടു കൂടി അപ്പച്ചൻ 1965 പൂർണ്ണ സമയം സുശേഷ വേലയ്ക്ക് വേണ്ടി രാജസ്ഥാനിലേക്ക് പുറപ്പെടുവാനിടയായി. അന്നത്തെ ആ യാത്ര എന്ന് പറയുന്നത് അപ്പച്ചൻ തൃശ്ശൂരിൽ നിന്ന് കൊച്ചി പോയി, കൊച്ചിയിൽ നിന്ന് ഒരു ചരക്ക് കപ്പലിൽ കയറി അപ്പച്ചൻ ബോംബെ പോയി, ബോംബെയിൽ നിന്ന് ട്രെയിൻ കയറി അഹമ്മദാബാദിൽ പോയി, അഹമ്മദാബാദിൽ നിന്ന് ട്രെയിൻ കയറി രാജസ്ഥാനിൽ പോയി. ഇത് 1965 കാര്യമാണെന്ന് ഓർത്തോണം, ഇന്നത്തെ 2025 കാര്യമല്ല പറയുന്നത്. അന്ന് കാലത്ത് അപ്പച്ചന് വലിയ വിദ്യാഭ്യാസമില്ല, ഭാഷയില്ല, ആരെ അറിയത്തില്ല, ഒരു സെൽഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് പോയ ഒരു യാത്രയാണ്. ചരക്ക് കപ്പലിൽ കയറി അന്ന് പോയത് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയുടെ ഘനം എന്തെന്ന് വിലയിരുത്തിക്കൊണ്ട് ആ പോയ യാത്രയാണ്. അവിടെ ചെന്നപ്പോൾ ഉദയപൂരിൽ റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ തോമസ് മാത്യു പാസ്റ്റർ അപ്പച്ചനെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. സ്വീകരിച്ചു, ഒരു കുതിരവണ്ടിയിൽ കയറ്റി അവർ വീട്ടിൽ പോയി. അശോക് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു റൂമിൽ അവർ ഒരുമിച്ച് താമസിച്ചു. അതിനുശേഷമായിട്ട് ഒത്തിരി പ്രവർത്തിച്ചു. മനോഹർ ഭവൻ എന്ന് പറയുന്ന ചേട്ടക് സർക്കിളിൽ ഒരു ബിൽഡിംഗ് എല്ലാം അവർക്ക് വാടകയ്ക്ക് എടുക്കാൻ സാധിച്ചു. അവിടുത്തെ വേല വിപുലീകരിപ്പാൻ തക്കുന്നത് ഇവിടെയാക്കി. ഒരുപാട് ഔട്ട്റീച്ച് പ്രവർത്തനങ്ങൾ അവർ ചെയ്തതായിട്ടുള്ള കഥകൾ അപ്പച്ചൻ എപ്പോഴും പറയും. ഗോസ്പൽ പാക്കറ്റുകളായിട്ട് അന്ന് സൈക്കിൾ മാത്രമേ ഉള്ളൂ, ഒരു സൈക്കിളേ ഉള്ളൂ 2 പേർക്കും കൂടെ. ആ സൈക്കിളിൽ ഇതെല്ലാം വലിച്ചു കയറ്റിക്കൊണ്ട് ഇവർ പോവും. അങ്ങനെ ഗ്രാമങ്ങളിൽ പോയിട്ട് ഈ സുവിശേഷ പ്രതി അവർ കൊടുക്കുമായിരുന്നു. പല എതിർപ്പുകളും സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് അവർ ഓടിച്ചു വിട്ടതായ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, ട്രാക്ട് കത്തിച്ച വിവരങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവരെ ശത്രുക്കൾ ഓടിച്ചപ്പോൾ ഇവർ രണ്ടുപേരും 2 സ്ഥലത്തോട്ടായിപ്പോയി തമ്മിൽ കാണാൻ വയ്യാത്ത അവസ്ഥകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരെ അന്ന് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾപ്പാൻ തക്കനോടെയായിട്ടുണ്ട്. അപ്പച്ചൻ പറഞ്ഞൊരു ചെറിയൊരു കഥ ഇതിനിടയ്ക്ക് അപ്പച്ചൻ ഞാൻ ഒന്നും കൂടെ ഒന്ന് എടുത്തൊന്ന് ക്ലിയർ ആയിട്ട് പറയാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. അന്ന് കാലത്ത് അപ്പച്ചൻ ചെന്ന സമയത്ത് അപ്പച്ചന് ഹിന്ദിയൊന്നും അറിയത്തില്ല. തോമസ് മാത്യു പാസ്റ്ററോട് കൂടെ ചേർന്ന് നിന്ന് സുവിശേഷ പ്രതികൾ കൊടുക്കുക, ഗോസ്പൽ പാക്കറ്റുകൾ, അതിന് 10 പൈസയാണ് വില. അപ്പോൾ അപ്പച്ചന് പറയാനൊന്നും അറിയത്തില്ല. ഒരു സമയത്ത് എവിടെയോ തോമസ് മാത്യു പാസ്റ്റർ എവിടെയോ പോയി. അപ്പോൾ അപ്പച്ചൻ തന്നെയുള്ളായിരുന്നു. അപ്പച്ചന് ഇവർക്ക് ഉപജീവനത്തിന് വേണ്ടി ഇത് മാത്രം, ഇത് വിട്ടെങ്കിലേ ആട്ടം വാങ്ങിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പച്ചൻ പോയി അത് വിൽക്കുമായിരുന്നു. അപ്പച്ചൻ വേറെ ഒന്നും പറയാനറിയില്ല. 10 പൈസ എന്ന് പറഞ്ഞ് വിറ്റുകൊണ്ടിരുന്ന സമയത്ത് ആരോ ഒരു മനുഷ്യൻ വന്നിട്ട് 25 പൈസ കൊടുത്തു, ഒരെണ്ണം വാങ്ങിച്ചു. അപ്പച്ചൻ്റെ തിരിച്ചു കൊടുക്കാൻ പൈസയില്ല. അപ്പോൾ ആ മനുഷ്യൻ ഒരെണ്ണം കൂടെ തരാൻ പറഞ്ഞു, 2 വാങ്ങിച്ചിട്ട് പോയി. ഇന്നും അപ്പച്ചൻ പറയുന്ന 5 പൈസ ഇനിയും ബാക്കിയുണ്ട്. ആ മനുഷ്യൻ തിരിച്ചു കൊടുക്കാൻ എൻ്റെ ഭാഷയില്ല, എൻ്റെ പൈസ ഇല്ലായിരുന്നു. അങ്ങനെ പോയെന്നാണ് പറഞ്ഞത്. കുറേ നാളുകൾക്ക് ശേഷമായിട്ട് തോമസ് മാത്യു പാസ്റ്റർ അപ്പച്ചനും കൂടെ ഒരു ഗ്രാമത്തിൽ, ഉൾപ്രദേശത്ത് ഒരു ഗ്രാമത്തിൽ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ തോമസ് മാത്യു പാസ്റ്റർ ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പച്ചനോട് പറഞ്ഞു സാക്ഷ്യം പ്രസ്താവിക്കാൻ പറഞ്ഞു. അപ്പച്ചൻ കുറച്ചൊക്കെ ഹിന്ദി പറയാൻ തുടങ്ങി. അപ്പച്ചൻ പറയാൻ തുടങ്ങി. ഈ കഥ അപ്പച്ചൻ പറഞ്ഞു. പണ്ട് ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ സുവിശേഷ പ്രതി വിട്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ അത് കേട്ടോണ്ടിരുന്ന ഒരു മനുഷ്യൻ പറയാണ്, പാസ്റ്ററെ അത് ഞാനാണെന്ന് പറയും. ധർമ്മരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് ഇന്നതാണ്,
ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയുകയാണ്, ഈ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബങ്ങളും രക്ഷിക്കപ്പെട്ടു. മാത്രമല്ല ആ ഏരിയയിൽ മാക്കടദേവ് ആ ഏരിയയിലെ ഒരു ദേവദാസനുമാണ് സെൻട്രൽ പാസ്റ്ററായിട്ട് ഏരിയ ലീഡറായിട്ട് അപ്പച്ചനെ പോലെ വടി കുത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പിടിച്ചപ്പോഴും അവിടെ കാണുവാൻ തക്കനോടെ പ്രായമായി ആ മനുഷ്യൻ. അപ്പം ഞാൻ പറഞ്ഞത് ചെറിയ കാര്യം നമുക്ക് തോന്നും, തുച്ഛമെന്ന് തോന്നിയെങ്കിലും ദൈവം അതിനെ ആ ഒരു ഗോസ്പിൾ പാക്കറ്റ് മൂലം ഉണ്ടായ വലിയൊരു ചൈതന്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരുപാട് പെർസിക്യൂഷൻസ്, ഉപദ്രവങ്ങളൊക്കെ ഇവർക്ക് ഏറ്റു. ഒരു പ്രാവശ്യം അപ്പച്ചനും തോമസ് മാത്യു പാസ്റ്ററും കൂടെ ഇതുപോലെ സുവിശേഷ പ്രതികളൊക്കെ ഗ്രാമങ്ങളിൽ കൊണ്ടു കൊടുത്തതിന് ശേഷം വളരെ തിന്നാനോ കുടിക്കാനോ ഒന്നും വഴിയിലൊന്നും കിട്ടിയില്ല. അവർ വളരെ തളർന്ന് ഒരു മരത്തിൻ്റെ കീഴിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോമസ് മാത്യു പാസ്റ്റർ വളരെ നിരാശനായിട്ട് അപ്പച്ചനോട് ഒരു കാര്യം പറഞ്ഞെന്നാണ് പറയുന്നത്. ബ്രദറെ, നമ്മൾ ഈ കടന്ന് അധ്വാനിക്കുന്നതും ഈ കടന്ന് കഷ്ടപ്പെടുന്നതൊന്നും ഇതൊന്നും ഒരു നന്മ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതിനൊന്നും ഒരു എന്തോ ഇതിന് പറയുന്ന ഒരു നന്മയായിട്ട് കാണുന്നില്ലല്ലോ, ഒന്നും നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും വിജയകരമായിട്ട് തീരുന്നില്ലല്ലോ എന്നുള്ളൊരു രീതിയിലുള്ള നിരാശപ്പെട്ടുള്ള വാക്കുകൾ പറയാൻ നിൽക്കുന്നോട് അന്ന് അപ്പച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇല്ല ബ്രദറെ, നമ്മുടെ സമയത്ത് സാധിച്ചില്ലെങ്കിലും നമ്മുടെ മക്കളുടെ സമയത്തെങ്കിലും ദൈവം ഇത് പ്രവർത്തിച്ച് കാണിക്കും, ഈ പ്രവർത്തനം വിശാലമായ രീതിയിലായിത്തീരുമെന്ന് പറഞ്ഞ് തമ്മിൽ പറഞ്ഞൊരു സംഭാഷണത്തെക്കുറിച്ച് അപ്പച്ചൻ എപ്പോഴും പറയാറുണ്ട്. അപ്പച്ചൻ പലവിധമാകുന്ന പ്രയാസങ്ങളോട് കടന്നു പോയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് അസുഖം പ്രാപിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന കഥകൾ പറയുന്നത്, ശുശ്രൂഷിപ്പാൻ ആരുമില്ലാതെ കിടന്ന അവസ്ഥകൾ, ഏതോ ഒരു മലയാളി നഴ്സുമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ സഹായിച്ച കാര്യങ്ങളൊക്കെ അപ്പച്ചൻ പറയുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങളും അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷികളായി തീർന്ന കാര്യങ്ങൾ അപ്പച്ചൻ്റെ കഥകളിലൂടെയൊക്കെ പറയുന്നുണ്ട്. ഇതിന് ശേഷമായിട്ട് അപ്പച്ചൻ ഉദയ്പൂരിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെ ജാവർ മൈൻസ് എന്ന് പറയും, അവിടെ ഒരു ഇന്ദുസാൻ സിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. സിങ്കും ലെഡും കുഴിച്ചെടുക്കുന്ന ഒരു മൈൻസാണ്. അവിടെ കുറച്ച് തമിഴരായിട്ടുള്ളതായ വിശ്വാസികളുണ്ടെന്നുള്ള കാര്യം അറിയുവാൻ തക്കനോടെയായി ദൗലത്ത് മസി എന്ന് പറയുന്നൊരു പാസ്റ്ററും ഡേവിഡ് രാജ് എന്ന് പറയുന്നൊരു പാസ്റ്ററും അതുപോലെ തന്നെ തോമസ് മാത്യു പാസ്റ്ററും എല്ലാം കൂടെ ഇവർ അവിടെ കടന്നുപോയി കുറച്ച് തമിഴരെ 4-5 തമിഴരെ അവിടെ തമിഴായിട്ടുള്ള വിശ്വാസികളെ കണ്ടുമുട്ടുവാനും പരിചയപ്പെടുവാനും ഇടയായി. അങ്ങനെ അവിടെ ഒരു ചെറിയൊരു പ്രാർത്ഥന കൂടി അവിടെ ആരംഭിക്കുവാൻ ജാവർമെൻസിൻ്റെ പ്രദേശത്ത് ഇടയായി. അതുപോലെ അങ്ങനെ ഹൗസ് ചർച്ചുകളായിട്ട് അവിടെ ഏറിയ കാലങ്ങൾ അങ്ങനെ അപ്പച്ചൻ പ്രവർത്തനം ആരംഭിച്ചു. അപ്പച്ചൻ അവിടോട്ട് മാറി താമസിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു. അപ്പോൾ ജാവർമെൻസ് എന്ന് പറയുന്ന ആ ക്യാമ്പിൻ്റെ ആ ബൗണ്ടറിയിൽ താമസിക്കാനുള്ളതായ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അപ്പച്ചൻ അവിടുന്ന് മാറി 12 കിലോമീറ്റർ ദൂരെ TD എന്ന ഹൈവേയിൽ ഒരു ഗ്രാമത്തിൽ അപ്പച്ചൻ ഒരു വാടകയ്ക്ക് ഒരു ചെറിയൊരു കുടിൽ, അതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, അത് കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഒരു ചെറിയൊരു കുടിൽ, മണ്ണ് മെഴുകിയൊരു കുടുക, അതിന് മേൽവശം ഓടൊന്നല്ല, മണ്ണും കൊണ്ട് തന്നെ ഇങ്ങനെ മെഴുകിയിട്ടുള്ള ഒരു ചെറിയൊരു കുടിൽ, ഒറ്റ മുറി മാത്രമുള്ള, അതിനകത്ത് ശരിക്കുള്ള വാതിലും ഇല്ല, ശരിക്കുള്ള ജനലും ഇല്ലാത്ത ചാണകം മെഴുകിയിട്ടുള്ള തറ, മണ്ണ് മെഴുകിയ ഒരു തറ, അതിലാണ് അപ്പച്ചൻ ആദ്യമായിട്ട് കുറേ നാൾ താമസിച്ചതും അപ്പച്ചൻ്റെ TDയിൽ താമസത്തിൻ്റെ ആരംഭം. ഒരുപാട് സ്ട്രഗിൾസ് അപ്പച്ചൻ അവിടെ വെച്ച് അനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമായിട്ട് കുറച്ച് മാറി അതേ ഗ്രാമത്തിൽ തന്നെ ഒരു റേഷൻ കട, അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് കൊച്ചൊരു മുറി അപ്പച്ചന് വാടകയ്ക്ക് കിട്ടി. അതിനകത്താണെങ്കിലും ഈ പറയുന്ന പോലെ കട്ടിലോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് അപ്പച്ചൻ പറയുന്നൊരു കാര്യം, ഈ ഡോർ പോസ്റ്റ്, അതായത് വിൻഡോയുടെയും കതകൻ്റെയൊക്കെ ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ഡോർ പോസ്റ്റ്, അത് അഴിഞ്ഞു കടന്നത് എവിടെ നിന്ന് അങ്ങോട്ട് കിട്ടി, അതിന്മേൽ ചാക്ക് പൊതിഞ്ഞിട്ട് അത് തലോണയും അതുപോലെ തന്നെ ചെറിയൊരു ഷീറ്റ് വിരിച്ച് കടന്നിട്ട് പുതയ്ക്കാൻ. രാജസ്ഥാനിലൊക്കെ ഭയങ്കര തണുപ്പുള്ള രാജ്യമാണ് വിൻ്ററിലൊക്കെ. അപ്പോൾ ആ സമയത്ത് പുതയ്ക്കുവാൻ പുതപ്പില്ലാത്ത സമയത്ത് തൊട്ടപ്പുറത്തുള്ളതായ റേഷൻ കടയിൽ നിന്ന് ഉപ്പിൻ്റെയും അതുപോലെ തന്നെ പഞ്ചസാരയുടെയും ചാക്ക് കുത്തൊക്കെ അഴിച്ചിട്ട് അത് പുതച്ച് കിടന്ന രാത്രികളെക്കുറിച്ച് അപ്പച്ചൻ പറയാറുണ്ട്. പലർക്കും അറിയാമായിരിക്കും, പാസ്റ്റർ MO സാമുവൽ എന്ന് പറയുന്ന ദേവദാസൻ ഇപ്പോൾ നിത്യയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദേവദാസൻ്റെ ജ്യേഷ്ഠനാണ് പാസ്റ്റർ KO വർഗീസ്. ഡുംഗർപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് സിറ്റിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേവദാസനാണ്. ആ ദേവദാസൻ അപ്പച്ചൻ്റെ ജാവർമെൻസിലെ പ്രവർത്തനത്തിൽ നിന്ന് ആദ്യമായി സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയ ഒരു ദേവദാസനാണ്. ആ ദേവദാസന് ആരംഭ ദിവസങ്ങളിൽ ഈ പറഞ്ഞ മുറിയിൽ അപ്പച്ചൻ്റെ കൂടെ ഈ ചാക്ക് പൊതിച്ച് കിടന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് കൂടെ ഞാൻ എടുത്തു പറയാനൊക്കെ ആഗ്രഹിക്കുകയാണ്. ഒരു ജീവിക്കുന്ന സാക്ഷിയാണ് ആ ദേവദാസൻ ഈ കാര്യങ്ങളെക്കുറിച്ച്.
അപ്പച്ചന് ഒരുപാട് വേറെയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പച്ചന് ഭക്ഷിപ്പാൻ അപ്പച്ചൻ പറയുന്ന കഥകളാണ്. ഇപ്പോഴും ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് പലപ്പോഴും ചപ്പാത്തി കഴിക്കുമ്പോഴൊക്കെ അപ്പച്ചൻ പറയാറുണ്ട്, അപ്പച്ചൻ്റെ പഴയ കാലത്ത് കൂട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള സബ്ജികളോ ഒന്നും ഇല്ലാത്ത സമയത്ത് പല സന്ദർഭങ്ങളിലും ചപ്പാത്തി മാത്രം കയ്യിലുണ്ട്. അത് മുക്കി കഴിക്കാനുള്ളതായ ഒരു കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്ത് പലപ്പോഴും പച്ച വെള്ളത്തിൽ മുക്കി അപ്പച്ചൻ കഴിച്ചിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് അപ്പച്ചൻ പലപ്പോഴും പറയാറുണ്ട്. 12 കിലോമീറ്ററാണ് ആ ടി ഡി ഗ്രാമത്തിൽ നിന്ന് ജാർമെൻസിലോട്ട് പോകാൻ. പലപ്പോഴും അപ്പച്ചൻ നടന്നും, പലപ്പോഴും ഒരു പഴയ സൈക്കിൾ അപ്പച്ചന് കിട്ടും. അതൊക്കെ ആ സൈക്കിളും ചവിട്ടിക്കൊണ്ടാണ് അപ്പച്ചൻ ജാർമെൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെ പോയി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പച്ചൻ്റെ പിതാവ്, അതായത് ഞങ്ങളുടെ വല്യപ്പച്ചൻ മരിച്ച് ഒരാഴ്ചയിൽ കൂടുതൽ കഴിഞ്ഞപ്പോഴാണ് അന്ന് ടെലഗ്രാം അടിച്ചിട്ടാണ് അപ്പച്ചനെ അറിയിച്ചത്. പക്ഷേ ആ ടെലഗ്രാം ഈ കുഗ്രാമത്തിൽ വന്നു ചേരാൻ ഒരാഴ്ചയിൽ കൂടുതൽ സമയമെടുത്തു. അതായത് വല്യപ്പച്ചൻ ചേത്തക്കൽ കിവർച്ചൻ അപ്പച്ചൻ മരിച്ചിട്ട് ഒരാഴ്ചയിൽ കൂടുതൽ കഴിയുമ്പോഴാണ് അപ്പച്ചന് ഇതറിയാൻ തക്കനോടെയായത്, പ്രിയ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു, കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു. അതേ അനുഭവം തന്നെയാണ് വല്യമ്മച്ചിയുടെ സമയത്തും. റാഹേലമ്മച്ചിയും മരിച്ച സമയത്ത് അപ്പച്ചൻ്റെ അത് അറിയുവാൻ തക്കനോടെയായില്ല. സുവിശേഷ നിമിത്തം അപ്പനും അമ്മയും മരിച്ച ആ വാർത്ത പോലും സമയത്തിന് അറിയാൻ വയ്യാതെ അതിനെ സംബന്ധിക്കാൻ സാധിക്കാത്ത അവസ്ഥകളെക്കുറിച്ച് കേൾപ്പാൻ തക്കനോടെയായിട്ടുണ്ട്. 1975 എൻ്റെ 10ാം ക്ലാസ് പഠനത്തിൻ്റെ സമയമായപ്പോൾ ഹൈസ്കൂൾ കഴിഞ്ഞ് ഞാൻ രാജസ്ഥാനിൽ പിതാവിനോട് ചേർന്ന് താമസിക്കാനുള്ളതായ കാര്യങ്ങൾ ഒരുക്കപ്പെട്ടു. അതിനുശേഷമായിട്ട്, അതായത് അപ്പച്ചൻ പോയി 10 വർഷം കഴിഞ്ഞതിന് ശേഷമായിട്ടാണ് പ്രിയ അമ്മച്ചി, എൻ്റെ മദർ, രാജസ്ഥാനിൽ അപ്പച്ചനോട് ചേർന്ന് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ അവിടെ തുടർമാനം താമസിക്കുവാൻ തക്കനോടെയായത്. അതിനു മുമ്പ് ഞങ്ങളെ 3 മക്കളെയും കേരളത്തിൽ പരിപാലിച്ചുകൊണ്ടിരുന്നത് അമ്മച്ചിയാണ്. ഞങ്ങളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ഡിസിപ്ലിനിലൊക്കെ അമ്മച്ചി വില കൊടുത്ത് ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. ജ്യേഷ്ഠൻ്റെയും പെങ്ങളുടെയും വിവാഹത്തിന് ശേഷമായിട്ട് അമ്മച്ചി രാജസ്ഥാനിലോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും അവിടെ. നാക്ക ബജാർ എന്ന് പറയുന്ന ഒരു സ്ഥലം, അതായത് ടി ഡി എന്ന് മാറി നാക്ക ബജാർ, അത് ഈ ചർച്ചിനോട് ചേർന്ന് അല്ലെങ്കിൽ ജാർമസിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അതിനോട് ചേർന്ന ഒരു ഗ്രാമത്തിൽ വേറൊരു വീട് ലഭിക്കുന്നതിനോടെ അവിടോട്ട് മാറി. അന്ന് അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ 3 പേരാണ് അവിടെ. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതൊരു ടിൻഷീറ്റ് ഉള്ള ഒരു ഹാളായിരുന്നു. അതിനകത്തായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ചൂട് മൂലം ഒരു 10-11 മണി ആയിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഉള്ളിലിരിക്കാനൊക്കത്തില്ല, ചൂടും കൊണ്ട് ഇരിക്കാനൊക്കത്തില്ല. ആ സമയത്ത് അവിടെ ഒരു 11 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ അതിൻ്റെ പുറകിലായിട്ട് വലിയൊരു കിണറുണ്ട്, കമ്പനിയിലോട്ട് വെള്ളം അടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ അവിടെ വലിയൊരു പഴഞ്ചനൊരു മരം, ഭയങ്കര വലിപ്പമുള്ള ഒരു മരം, അത് വിശാലമായിട്ട് ഇങ്ങനെ പടർന്നു കിടക്കുക. അതിൻ്റെ ആ ഗ്രാമക്കാർ മുഴുവൻ അവിടെ കാണും. ഞങ്ങളും അപ്പച്ചനും ഞാനും അമ്മച്ചിയും ഞങ്ങൾ 3 പേരും ഈ മരത്തിൻ്റെ കീഴിൽ പോയിട്ട് 2-3 മണി കഴിയുന്നവരെ അവിടെ എല്ലാ ദിവസവും അവിടെ പോയി കുത്തിയിരിക്കുക. അതിനുശേഷമാണ് പിന്നെ വീട്ടിൽ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഇരിക്കുന്ന അപ്പച്ചൻ ഈ ഞങ്ങളുടെ ആ ടിൻഷീറ്റുള്ള ആ ഹാളിൻ്റെ ഉള്ളിൽ ആ റൂമിനകത്ത് പലപ്പോഴും ചൂട് നിമിത്തം നീവാറ് കെട്ടിയ കട്ടിലാണ്. അതിൻ്റെ മുകളിൽ തുണി നനച്ച് വെള്ളം കോരി ഒഴിച്ചിട്ട് അതിൻ്റെ കീഴിൽ, അതായത് തറയിൽ അപ്പച്ചൻ കട്ടിലിൻ്റെ കീഴിൽ കടന്നിട്ട് വിശ്രമിക്കുന്ന കാഴ്ച ഞാൻ പലപ്പോഴും എൻ്റെ കണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷകളുടെ ബന്ധത്തിൽ വളരെയധികം ത്യാഗവും കഷ്ടവും ഒക്കെ സഹിച്ചുകൊണ്ടാണ് മാതാപിതാക്കൾ സുവിശേഷ വേല ചെയ്തതെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അമ്മച്ചി വളരെ രോഗിയായിത്തീർന്ന ഒരു അവസ്ഥയുണ്ട്. അമ്മച്ചിക്ക് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ്റെ ആവശ്യം വന്നതുകൊണ്ട് അപ്പച്ചൻ്റെ കയ്യിൽ പണമില്ല. വളരെ ബുദ്ധിമുട്ടി, വളരെ ഞെരുങ്ങി, വളരെ അപ്പച്ചൻ നിരാശയിലായിത്തീർന്നു. അതിനുശേഷം അഹമ്മദാബാദിൽ കൊണ്ടുപോയി അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളും പെങ്ങളുടെ മക്കളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അവരുടെയൊക്കെ സഹായത്താൽ ആ കാര്യങ്ങളൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്ത് തിരിച്ചു വരാൻ തക്കനോടെയായി. ഇമ്മാനുവൽ പെൻറ്റിക്കോസ്റ്റൽ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ച 1980 അശോക് നഗർ എന്ന് പറയുന്ന ഈ ജാർമെൻസിൽ സ്ഥാപിക്കാൻ തക്കനോടെയായത്. അതായത് നോർത്ത് ഇന്ത്യയിൽ പറഞ്ഞാൽ ആദ്യത്തെ പെൻറ്റിക്കോസ്റ്റൽ ചർച്ച് ബിൽഡിംഗ് ആണ് അപ്പച്ചൻ അവിടെ സ്ഥാപിച്ചെടുക്കാൻ തക്കനോടെയായത്. അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള മിനിസ്ട്രികൾ 1981 അതേ ക്യാമ്പസിൽ അവിടെ ഒരു ചർച്ച് പണിതു. അതിനുശേഷമായിട്ട് ഒരു സ്കൂള്, ഇന്നിപ്പോൾ CBSE അഫിലിയേഷനിലുള്ളൊരു ആ ചർച്ചിൻ്റെ അണ്ടറിൽ അവിടെ ആരംഭിക്കുവാൻ തക്കുന്നത് എവിടെയാക്കി. ഇറ്റാർസി ഫെലോഷിപ്പിനോട് ചേർന്നിട്ടായിരുന്നു ഇത്രയും കാലങ്ങൾ
പാസ്റ്റർ തോമസ് മാത്യു അപ്പച്ചനും കെ വർഗീസ് പാസ്റ്ററും ജോർജ് മാത്യു പാസ്റ്ററൊക്കെയും നിന്നിരുന്നത്. അതിനുശേഷമായിട്ട് ഉദയപൂരിൽ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള താല്പര്യത്തിൽ പാസ്റ്റർ തോമസ് മാത്യു പാസ്റ്ററുടെ ലീഡർഷിപ്പിൽ ഫിലദൽഫിയ ഫെലോഷിപ്പ് ചർച്ചസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം, ഒരു ഓർഗനൈസേഷൻ ഉദയപൂരിൽ രജിസ്റ്റർ ചെയ്ത് ഒരു പുതിയ പ്രവർത്തനം ഇവിടെ ആരംഭിക്കാൻ തക്കനോടെയായി. അന്ന് മുതൽ, അതായത് 80s അത് ആരംഭിക്കാൻ തക്കനോടെയായത്. ആ 80കളിൽ ആരംഭിച്ച രജിസ്റ്റർ ചെയ്ത ആ പ്രവർത്തനത്തിൻ്റെ അന്ന് മുതൽ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് പാസ്റ്റർ തോമസ് മാത്യുവും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രിയ അപ്പച്ചൻ പാസ്റ്റർ കെ വി എബ്രഹാം ഒരു 5ഓളം പതിറ്റാണ്ടുകൾ അതിൻ്റെ ആ പദവിയിൽ ഇരുന്നുകൊണ്ട് സേവനം അനുഷ്ഠിപ്പാൻ പ്രിയ അപ്പച്ചന് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ കെ വർഗീസ് പാസ്റ്ററും അതിൻ്റെ ഒരു റെഗുലർ ആയിട്ടുള്ളൊരു സെക്രട്ടറി ആയിട്ടും ജോർജ് മാത്യു പാസ്റ്റർ അതിൻ്റെ ട്രഷററായിട്ട് ഒക്കെ പ്രവർത്തിപ്പാനുള്ള അവസരങ്ങളുണ്ടായി. നവാപൂർ കൺവെൻഷനെ പറ്റി പറഞ്ഞല്ലോ, 5 ദിവസമാണ് എല്ലാ വർഷവും അത് നടക്കുന്നത്. ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷനാണ്. എല്ലാ വർഷവും ദൈവം അനുഗ്രഹിക്കുന്നതുകൊണ്ട് ഞങ്ങളും ഇപ്പോൾ കടന്നുപോയി സംബന്ധിക്കുന്നതാണ്. അത് വലിയൊരു പ്രവർത്തനമായിട്ട് അതിനെ ദൈവം വളർത്തി. വലിയൊരു ക്രൗഡും 5 ദിവസം ജനങ്ങൾ മുഴുവൻ ആയിരക്കണക്കിന്, എത്രായിരം ഉണ്ടെന്ന് ഞാൻ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, മണ്ണെടുത്തിട്ട് നമ്മൾ എറിഞ്ഞാൽ താഴെ വീഴത്തില്ല എന്ന് പറഞ്ഞാൽ അത്ര പാക്കായിട്ടിരിക്കുന്ന ജനക്കൂട്ടമാണ്. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു കാഴ്ച അത് കാണാൻ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ജനം കൂടുന്ന ഒരു കൺവെൻഷനായിട്ടാണ് അതിനെ ദൈവം വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പണ്ട് കാലത്ത് കാളവണ്ടിയിലൊക്കെ വന്നിരുന്ന ജനം അന്ന് കാലത്ത്, ഇപ്പോൾ എല്ലാവരും വളരെ ട്രാക്ടറുകൾ, നല്ല അഡ്വാൻസ് ആയിട്ടുള്ളതായ വണ്ടികളും വാഹനങ്ങളൊക്കെ ആ ദേശക്കാരെ ദൈവം അനുഗ്രഹിച്ചു. അവിടെ ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രവർത്തനം വളരെ വിശാലമായി തീരുമാനത്തിനിടയായി. ഉദയപൂരിൽ ഫിലദൽഫിയ ബൈബിൾ കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ് ആരംഭിക്കാൻ 5 പിള്ളേരെ കണ്ട് ആരംഭിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ പാസ്റ്റർ തമ്പി മാത്യു എന്ന് പറയുന്ന ദേവദാസൻ മസ്കറ്റി വെച്ച് തോമസ് മാത്യു പാസ്റ്ററിനെ കണ്ടുമുട്ടുകയും അങ്ങനെ ഒരു പ്രേരണയാൽ ഉദയപൂരിൽ തോമസ് മാത്യു പാസ്റ്റർ ഒരു ചെറിയൊരു ബൈബിൾ കോളേജ്, ഒരു ട്രെയിനിങ് സെൻറ്റർ എന്നുള്ള രീതിയിൽ ആരംഭിച്ചു. ഇന്ന് അത് ഡോക്ടറൽ ലെവൽ വരെയുള്ളതായ ഒരു സ്റ്റഡീസ് ആയി മാറുന്ന ഒരു ഫിലദൽഫിയ ബൈബിൾ കോളേജായി തീരുമാനത്തിനുണ്ട്. 15 വർഷം കോളേജിൻ്റെ രജിസ്ട്രാറായി സേവനം അന്വേഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു ബോർഡ് മെമ്പറായിട്ടും ഒരു ഓൺലൈൻ ടീച്ചറായിട്ട് ഫാക്കൽറ്റി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ദൈവം എനിക്കും അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. 2014 അപ്പച്ചൻ്റെ രാജസ്ഥാനിലെ പ്രവർത്തനത്തിൻ്റെ 50-ാം വർഷം തികഞ്ഞ സമയത്ത് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് എല്ലാവരെയും ഒന്ന് കൂട്ടിവരുത്തുവാൻ ദൈവം ഇടയാക്കി. അന്ന് ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞ ഒരു സാക്ഷിയാണ്. അതെന്തുകൊണ്ട് അമ്മച്ചി അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. എപ്പോഴും അമ്മച്ചി അതിനുശേഷം പറയുന്ന ഒരു കാര്യമാണ്, 50 വർഷക്കാലം കർത്താവിന് വേണ്ടി രാജസ്ഥാൻ്റെ പ്രദേശത്തിന് മണ്ണിൽ അധ്വാനിപ്പാൻ ദൈവം പാലിക്കുന്നത്. ഐ ആം ഡൺ. എൻ്റെ ശുശ്രൂഷയുടെ പങ്ക് കഴിഞ്ഞു. ഞാൻ സന്തോഷവതിയാണ്. എനിക്ക് ഇത്രയും ഭാഗ്യം നൽകി തന്നു. ഐ ആം ഡൺ. ഈ വാക്കാണ് അപ്പച്ചി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. 1 വർഷത്തിനുള്ളിൽ അമ്മച്ചി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ തക്കനോടെയായി. അമ്മച്ചി വളരെയധികം വലിയ ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്ത ഒരു അമ്മച്ചിയാണ്. പ്രവചന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ലോകത്തിൻ്റെ മിക്കവാറും രാജ്യങ്ങളിലെല്ലാം കടന്നു പോയിട്ടുണ്ട് അപ്പച്ചനോടൊപ്പം. എല്ലാ രാജ്യങ്ങളും, കുറേ രാജ്യങ്ങളിൽ അവർ കടന്നു പോകാൻ ശുശ്രൂഷിപ്പാൻ ദൈവം അവർക്ക് അവസരം നൽകി. 2015 അമ്മച്ചി കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. അപ്പച്ചൻ രാജസ്ഥാനിൽ 55 വർഷത്തിൽ കൂടുതൽ സേവനം അനുഷ്ഠിപ്പാൻ കൊണ്ട് ദൈവടിയാക്കി. അപ്പച്ചൻ്റെ ആ സമയം കഴിയുന്ന സമയത്ത് അപ്പച്ചനെ കുറച്ച് ജീവിതത്തിൽ വേദനകളും വളരെയധികം ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ദൈവം അറിയുന്നു. എന്നാൽ ദൈവം സഹായിച്ച് അതിനുശേഷമായിട്ട് അപ്പച്ചനെ ഇവിടെ കൊണ്ടുവരാനുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ടായി. അപ്പച്ചനെ ഞങ്ങളോടൊപ്പം ഇവിടെ ശിഷ്ടമുള്ള സമയം ഇവിടെ ആയിരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഷിക്കാഗോയിൽ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുവാനിടയായി. ഞങ്ങളോടൊപ്പം ഇവിടെ അപ്പച്ചനായിരിക്കുന്നു. അപ്പച്ചൻ അപ്പച്ചൻ പറഞ്ഞല്ലോ, അപ്പച്ചന് വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. 8ാം ക്ലാസ് വരെ പഠിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അപ്പച്ചൻ്റെ തലമുറകളൊക്കെ വന്നപ്പോഴുണ്ടല്ലോ, ഈ ദൈവം ആ തലമുറകളൊക്കെ ആദരിച്ചതായ കാര്യം കൊണ്ടൊന്നും പറയാതിരിക്കാൻ വയ്യ. അതായത് മക്കളും കൊച്ചുമക്കളൊക്കെയും ഡോക്ടർ ലെവൽ വരെയുള്ള ഡിഗ്രികളൊക്കെയും പ്രായപ്പാൻ ചെയ്തെടുക്കുവാൻ കൊണ്ട് ദൈവം സഹായിച്ചു. ഇന്ന് ഉന്നത മേഖലയിൽ പ്രവർത്തിപ്പാനുള്ളതായ അവസരങ്ങളൊക്കെ ദൈവം ഞങ്ങൾക്ക്, അടുത്ത തലമുറകൾക്ക് ദൈവം ഒരുക്കി തന്നു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പച്ചൻ്റെതായ കഴിവനുസരിച്ച് അപ്പച്ചൻ ചെറിയൊരു പ്രവർത്തനം രാജസ്ഥാൻ്റെ മണ്ണിൽ ചെയ്ത് ആരംഭം കുറിച്ചു.
അത് സത്യമാണ്. എന്നാൽ അന്ന് അത് വലിയ കാഴ്ചയിലൊന്നും കണ്ടില്ലെങ്കിൽ തന്നെയും ഇന്ന് ഞാനൊരു വലിയൊരു സാക്ഷ്യം പറയാം. അപ്പച്ചൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജാർമെൻസ് ചർച്ചിൽ നിന്ന് 39 സുശേഷ വേലക്കാരാണ് ആ സഭയിൽ നിന്ന് ഓരോ കാലങ്ങളിലായിട്ട് ഇറങ്ങിത്തിരിക്കാൻ തക്കനോടെയായത്. മാത്രമല്ല 10-14 പേര് ഡിഫറെൻറ്റ് ക്രിസ്ത്യൻ ഓർഗനൈസേഷനുകളിൽ ഓഫീസുകളിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 50-ൽ പരം ആളുകൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ സംഹാവ് ഓർ ദി അതർ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന മിനിസ്ട്രികളിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ദൈവമക്കളുണ്ടെന്നുള്ളത് പറയാൻ വലിയ സന്തോഷമുണ്ട്. ഞാൻ അപ്പച്ചൻ്റെ ഇവിടെ ആയതിനു ശേഷമായിട്ട് അപ്പച്ചൻ്റെ പഴയ സഭയിലുള്ളതായ ആളുകളെയൊക്കെ സൂമിൽ ഞാൻ വിളിച്ചു കൂട്ടാൻ ശ്രമിച്ചു. പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ വിളിച്ചു കൂട്ടി അപ്പച്ചനെ എല്ലാവരെയും ഒന്ന് കാണാനും, ആദ്യം ഉണ്ടായിരുന്ന 50 വർഷം മുതലുള്ള അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും വളരെ സന്തോഷകരമായ സൂം മീറ്റിങ്ങുകൾ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് കണ്ടുപിടിച്ച ഒരു കാര്യം, ഇത്ര പേര് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും, ഇത്ര പേര് ഇപ്പോൾ ഇന്ന് ഭൂമുഖത്ത് ഇല്ല. ഈ കാര്യങ്ങളെല്ലാം ഞാൻ പ്രസൻറ്റ് ചെയ്തു. അതിനുശേഷമായിട്ട് വേറൊരു കാര്യം കണ്ടുപിടിക്കാനിടയായത്, ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായിട്ട് ആ പ്രവർത്തനത്തിൻ്റെ പേര് അല്ലെങ്കിൽ അന്ന് അവിടെ വിതച്ചതായ വിത്തിൻ്റെ ഫലം അത് കായ്ക്കുന്നത് സുശേഷ വേലക്കാരായിട്ട് അനേകം അവരുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ തലമുറകളും പെമ്മക്കളൊക്കെ ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്നവർ വിവാഹം കഴിച്ചിരിക്കുന്ന പാസ്റ്റർമാരെ അനേകരെ. ഞങ്ങൾ ഇന്നാളിൽ വെല്ലൂർ, ഞാനും എൻ്റെ വൈഫും കൂടെ വെല്ലൂർ കടന്നുപോയി. വെല്ലൂർ കാറ്റ്പാടി ഭാഗത്തൊക്കെ എന്തുമാത്രം ചർച്ചുകളാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ജാർമെൻസ് ചർച്ചിൽ നിന്ന് പോയിരിക്കുന്ന മക്കളും അവരുടെ മക്കളും പെമ്മക്കൾ വിവാഹം കഴിച്ചിരിക്കുന്ന ഇങ്ങനെ പാസ്റ്റർമാർ, അവർ വലിയ ചർച്ചകളിൽ പോയി ഞങ്ങൾക്ക് അവരെ എൻകറേജ് ചെയ്യാനും അതെല്ലാം കണ്ട് സാക്ഷികളായി തീരുവാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു ചെറിയൊരു ആരംഭമായിരുന്നു ജാർമെൻസ് വെച്ച്. അത് വലിയ കാഴ്ചയ്ക്കൊന്നും വലിയതായിട്ടൊന്നും അവിടെ കാണപ്പെട്ടില്ലെങ്കിൽ തന്നെയും ഇന്ന് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി, അതിൻ്റേതായ ടേൺ ഓവർ എന്ന് പറയുന്നത് ഇന്ന് അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഏതെല്ലാം രാജ്യങ്ങൾ അത് വഹിച്ചു കിടക്കുന്നത് എന്നുള്ളതിന് കയ്യും കണക്കുമില്ല. അങ്ങനെ അത് വലിയൊരു പ്രവർത്തനമായിട്ട് വിശാലതയിലേക്ക് ദൈവം നയിച്ചു എന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ, നേരത്തെ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, എൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞല്ലോ. പാസ്റ്റർ വിൽ നേഴ്സായിരുന്നു അദ്ദേഹം. എന്നാൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഫുൾ ടൈം പോയി പഠിക്കാനും MD എടുക്കാനും MA എടുക്കാനും ഡോക്ടറേറ്റ് എടുക്കാനൊക്കെ ദൈവയിടയാക്കി. അതിനുശേഷമായിട്ട് ഇപ്പം കർത്താവിൻ്റെ വേലയിൽ പൂർണ്ണമായി ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. യൂത്തിൻ്റെ ഇടയിൽ നല്ലൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഫിനി പാസ്റ്റർ ഒരു റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും അത് ലഭ്യമായിട്ടുണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. 2 വാക്യം മാത്രം പറയാം. 7 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നു, അത്ഭുതം. ഡോക്ടേഴ്സ് എഴുതി സർട്ടിഫൈ ചെയ്തു ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലെന്ന് എഴുതി തള്ളി. ഏറ്റവും ടോപ്പായിട്ടുള്ള ഡോക്ടേഴ്സ് എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയത്. അതിനുശേഷമായിട്ട് ദൈവം 2 ആൺകുഞ്ഞുങ്ങൾ ദൈവം അവർക്ക് ദാനമായി നൽകി, ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ. അതിനുശേഷമായിട്ട് ഇപ്പോൾ 5 വർഷത്തിന് ശേഷം 3ാമതൊരു കുഞ്ഞിനും കൂടെ, ആദ്യത്തെ കുഞ്ഞ് എലൈജ, പോൾ, ഇപ്പോൾ ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുമായിട്ട് അവരെ ദൈവം അനുഗ്രഹിച്ചു. ഈ കുഞ്ഞു ഉണ്ടായപ്പോൾ വലിയൊരു അത് ആ സാക്ഷിയിൽ നിങ്ങൾ കേട്ട് കാണും. 3% കുഞ്ഞുങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അതായത് 2-3 മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു, യു ഷുഡ് നോട്ട് കണ്ടിന്യൂ, ഇത് അബോർഷൻ ചെയ്യണം, ടെർമിനേറ്റ് ചെയ്യണം. അതായത് കുഞ്ഞിന് അംഗവൈകല്യങ്ങളുണ്ടാവും, അല്ല വലിയ പ്രശ്നങ്ങളാണെന്നുള്ളതെല്ലാം പറഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ടായി. ലോങ് സ്റ്റോറി ഷോർട്ടായിട്ട് പറയുകയാണ്, അവർ പറഞ്ഞില്ല, ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവമാണ്, ഞങ്ങൾ ദൈവത്തിൽ ശരണപ്പെടുന്നു, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, വി വിൽ കണ്ടിന്യൂ വിത്ത് പ്രഗ്നൻസി എന്നുള്ള തീരുമാനത്തിൽ അവർ സംസാരിക്കാനിടയായി. 1.5 മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്തു. എല്ലാ കാര്യങ്ങളും നോർമലായി തീർന്ന ഒരു അനുഭവം. അത് നിങ്ങൾ സാക്ഷ്യത്തിലൂടെ കേൾക്കണം. ദൈവം ജീവിക്കുന്ന, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണെന്നുള്ള വീണ്ടും അവരുടെ ജീവിതത്തിൽ അത് അനുഭവിപ്പാൻ തക്കനോടെയായി. ഇന്ന് ആരോഗ്യമുള്ളൊരു കുഞ്ഞുമായിട്ട്, 3ാമത്തെ കുഞ്ഞുമായിട്ട് അവരായിരിക്കുന്നു. അതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പച്ചൻ്റെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അപ്പച്ചന് എനിക്ക് പറയാനുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, ദൈവം എനിക്കൊരു ദർശനം തന്നു. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി, എസ്പെഷ്യലി രാജസ്ഥാന് വേണ്ടി, അതിനുവേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി എന്നാണ് അപ്പച്ചൻ എപ്പോഴും പറയുന്നത്. അതുപോലെ തന്നെ ടു എക്വിപ്പ് ദ ലീഡേഴ്സ്, നേറ്റീവ്സ് ആയിട്ടുള്ള അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാനുള്ളതായ ദൗത്യം കൂടെ അപ്പച്ചൻ ഏൽപ്പിച്ചു. അതും അപ്പച്ചന് സാധിച്ചെടുക്കുവാൻ തക്കണം സാധിച്ചു എന്നാണ് അപ്പച്ചൻ സന്തോഷിക്കുന്നത്.
അപ്പച്ചൻ പറയുന്ന വേറൊരു കാര്യം, ഈ അനുഭവത്തിലൂടെ, ഇത്രയും വർഷത്തെ അനുഭവത്തിലൂടെ ദൈവം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതായത് ഒരു കാര്യം അപ്പച്ചൻ പറയുന്നത്, ആരും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ഡിവോട്ടഡായിട്ട് ആയിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് അപ്പച്ചൻ എപ്പോഴും. ഹാർഡ് വർക്ക്, എന്തുമാത്രം കർത്താവിന് വേണ്ടി പരിശ്രമിക്കാമോ, പ്രവർത്തിക്കാൻ ശ്രമിക്കാമോ, അത്രയും നമ്മുടെ എല്ലാ എഫേർട്ടും അതിനകത്ത് നമ്മൾ നൽകണം എന്ന് അപ്പച്ചൻ ആവർത്തിച്ച് പറയുകയാണ്. അതായത് നമ്മുടെ വിശ്വാസം ഒരിക്കലും ക്ഷീണിച്ചു പോകാതെ ഏത് കഷ്ടതയായിക്കോട്ടെ, ഏത് സങ്കടമായിക്കോട്ടെ, അതിനെയൊക്കെയും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായ ഒരു മനസ്ഥിതി എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നുകൂടെ ആഗ്രഹിക്കുകയാണ്. ഒരു അഡ്വൈസ് അപ്പച്ചൻ്റെ ഉള്ളത്, അതായത് ദ ഹാർവസ്റ്റ് ഈസ് പ്ലെൻറ്റി, ലേബേഴ്സ് ആർ ഫ്യൂ. അതായത് വലിയ വിളവ്, കൊയ്ത്തിൻ്റെ ഒരു വലിയൊരു കാലം നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്, എന്നാൽ വേലക്കാരോ വളരെ ചുരുക്കം. അതുകൊണ്ട് അപ്പച്ചൻ ആഗ്രഹിക്കുന്നത് നമ്മുടേതായ കംഫർട്ട് സോണുകളൊക്കെയും വിട്ടിട്ട് നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിപ്പാൻ, ആ ഒരു കട്നി ഇന്ത്യയിൽ പറയുമല്ലോ, ആ വലിയൊരു വിളവ് കൊയ്തെടുക്കുവാൻ വേണ്ടി നമ്മൾ സന്നദ്ധരായിത്തീരണമെന്ന് അപ്പച്ചൻ ആഗ്രഹിക്കുകയാണ്. അപ്പച്ചൻ പറയുന്നത് എഡ്യൂക്കേഷൻ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. എനിക്കോ ഉണ്ടായില്ല, എന്നാൽ ഇന്നത്തെ തലമുറയുടെ അപ്പച്ചൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗോ ടു ദ മാക്സിമം, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൈവരിച്ചവരായി കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാനുള്ളതായ മേഖല കണ്ടെത്തി പ്രവർത്തിക്കണം എന്നാണ് അപ്പച്ചൻ ആഗ്രഹിക്കുന്നത്. അപ്പച്ചൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, വി ഷുഡ് വിൻ നോർത്ത് ഇന്ത്യ ഫോർ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. വ്യൂവേഴ്സായിട്ടുള്ളതായ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, യു ഷുഡ് പ്രേ ഫോർ നോർത്ത് ഇന്ത്യ. രാജസ്ഥാന് വേണ്ടി പ്രവർത്തിക്കണം, നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ എല്ലാ സഹോദരന്മാരോടും പറയാനുള്ളത്, എല്ലാവരും ഒരുമിച്ച് നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനുള്ളതായി മേഖല കണ്ടെത്തുവാൻ, അതുപോലെ അതിന് സപ്പോർട്ട് ചെയ്യാൻ തൊക്കെ റെഡിയാകണം. എല്ലാ പാസ്റ്റേഴ്സിനോടും പറയാനുള്ളത്, വി ഷുഡ് റീച്ച് ഔട്ട്. നമുക്ക് സമയം ലഭിച്ചിരിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടണം. കുടുംബസ്ഥരോട് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എപ്പോൾ അമ്മച്ചിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം കൊടുത്തോ, അമ്മച്ചി പറയുന്ന ഒരു കാര്യം ഇതാണ്. അന്ന് അമ്മച്ചി പറയുന്നത്, എനിക്ക് 7 കൊച്ചുമക്കളെ തന്നിട്ടുണ്ട്, എനിക്ക് 3 മക്കളെയും കൊച്ചുമക്കളെ ഇത്ര പേര് തന്നിട്ടുണ്ട്. അന്ന് അമ്മച്ചി പറയുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ അമ്മച്ചി സാക്ഷ്യം പറഞ്ഞാൽ അമ്മച്ചി പറയും, എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഇവരൊക്കെ കർത്താവിൻ്റെ വേലക്കാരായി തീരണം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവർ വേർതിരിക്കപ്പെടണം, അവർ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവർ. അമ്മയുടെ പ്രാർത്ഥന, അപ്പച്ചൻ്റെ പ്രാർത്ഥന അത് ഫലിച്ചു, അതിപ്പോഴും ഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. തലമുറകൾ, അതിനുശേഷമായിട്ടുള്ള തലമുറകളും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കളായിട്ടുള്ള നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നമ്മുടെ നല്ല ആഗ്രഹങ്ങളൊക്കെ ദൈവം മാനിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം, ബിഫോർ ദാറ്റ് നൈറ്റ് കംസ് വേർ വി കനോട്ട് വർക്ക് അറ്റ് ഓൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ദൈവം സഹായിക്കുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് എനിക്ക് പറയാനുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ പേര് വില്ലി എബ്രഹാം, എൻ്റെ വൈഫ് മോളി, എൻ്റെ മോന് വിൽസൺ, വൈഫിൻ്റെ പേര് ഗ്രറ്റ, 3 കുഞ്ഞുങ്ങൾ എലൈജ, പോൾ ആൻഡ് ജോസഫ്, ഞങ്ങളുടെ മകള് വിൽസി, ഹസ്ബൻഡിൻ്റെ പേര് ജോസഫ്, മക്കൾ 2 പേര് നോവ ആൻഡ് സാറ. ഞങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. വിശേഷം ഞങ്ങളുടെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പച്ചൻ ഇപ്പോൾ 92 വയസ്സാകാൻ പോകുന്നു. ഈ വേദി, ഈ പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഫിന്നി പാസ്റ്ററോടും അതുപോലെ തന്നെ ഈ ആസാദി TV-യോടും ഞങ്ങളുടെ ഹൃദയാംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. എല്ലാ ദൈവമക്കൾക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുമാർ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. ഇത്രയും സമയങ്ങൾ വന്നിരുന്ന്, ഞാൻ മ്യൂട്ടഡ് ആണ്. ഐ വിൽ തിങ്ക് 1 സെക്കൻഡ്. എൻ്റെ വീഡിയോ വരുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ. ഞാൻ ഇടയ്ക്ക് ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നപ്പോൾ അതൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്. ശരി. അപ്പം പ്രിയ വില്ലി പാസ്റ്ററോട് നന്ദി പറയുക, അപ്പച്ചനോട് നന്ദി പറയുക, ഇത്രയും സമയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച് നൽകിയതിൽ. അപ്പച്ചൻ്റെ ഒരു ബയോഗ്രഫി എഴുതിയിട്ടുണ്ട് അല്ലേ? ഉണ്ട്. 3 പുസ്തകങ്ങളുണ്ട് പാസ്റ്ററെ. 2 മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, 1 നേരത്തെ എഴുതി, പിന്നെ അതിന് ശേഷം 1 എഴുതി. പിന്നെ ഇപ്പം എൻ്റെ മകന് 1 പുതിയതായിട്ട് ഇപ്പം ഈ കഴിഞ്ഞ വർഷം 2024 ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. മറ്റേത് 2 മലയാളത്തിലായിരുന്നു. അങ്ങനെ 3 പുസ്തകങ്ങളുണ്ട്. 2 മലയാളത്തിൽ എഴുതിയത് 2 ബയോഗ്രഫീസ് ആണ്. അത് അപ്പച്ചൻ തന്നെ എഴുതുകയായിരുന്നോ മറ്റാരെങ്കിലും?
അപ്പച്ചൻ്റെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ്. അപ്പച്ചൻ്റെ എല്ലാ ഡയറി കുറിപ്പുകളും എൻ്റെ കയ്യിലുണ്ട്. അതും പിന്നെ ഞങ്ങളുടെ മകൻ അപ്പച്ചനെ ചോദിച്ച് കേട്ട് എഴുതിയിട്ടുള്ള ഒരുപാട്, അപ്പച്ചന് നല്ല ഓർമ്മയുള്ള സമയത്തൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസ് അപ്പച്ചനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചോദിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അതും പിന്നെ ഡയറി കുറിപ്പുകളും പിന്നെ മറ്റുള്ള നമുക്ക് പൊതുവെ ഉള്ള അറിവിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ 3 പുസ്തകങ്ങൾ. ഒന്ന് എഴുതിയിരിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകനാണ്, ഡോക്ടർ വിൽസൺ വർക്കി എന്ന് പറയുന്ന അദ്ദേഹമാണ് അപ്പച്ചൻ്റെ ജീവചരിത്രം ആദ്യം എഴുതിയിരിക്കുന്ന പുസ്തകം. രണ്ടാമത് വേറൊരു ദേവദാസൻ എഴുതിയിട്ടുണ്ട്. മൂന്നാമത് ഞങ്ങളുടെ മകൻ എഴുതിയിട്ടുണ്ട്. പാസ്റ്റർ ഐ വിൽ ഗെറ്റ് ദോസ് കോപ്പീസ് ടു യു. പാസ്റ്റർക്ക് ഞാൻ കോപ്പീസ് PDF ഫോർമാറ്റ് ഒക്കെ അവൈലബിൾ ആണോ? നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ബുക്സ് എവിടെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്? ഞാനത് നോക്കട്ടെ, ഞാൻ മോനോട് ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് താല്പര്യം ഉണ്ടാകും, ആ പുസ്തകം ഒന്ന് വായിക്കണം എന്നൊക്കെയുള്ള താല്പര്യം ഉണ്ടാകും. അതെ, എന്തായാലും അനുഗ്രഹിക്കപ്പെട്ടൊരു സെഷനായിരുന്നു. പ്രിയ അപ്പച്ചനോട് പാസ്റ്ററോട് നന്ദി പറയുക. അപ്പച്ചാൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആസാദിയുടെ വ്യൂവേഴ്സിന് വേണ്ടി വ്യക്തിപരമായിട്ട് ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയും നമ്മുടെ ചാനലിൽ കൂടെ കാണുന്നവർക്ക് വേണ്ടിയും അപ്പച്ചൻ ദയവായിട്ടൊന്ന് പ്രാർത്ഥിച്ച് സഹായിക്കണം. അപ്പച്ചൻ തന്നെ ആശീർവാദം പറയണം. ഞങ്ങളെ തീരമായി സ്നേഹിക്കുന്ന കർത്താവേ, ഈ സമയത്ത് കർത്താവെ ഇങ്ങനെ ഒന്ന് ഞങ്ങൾക്ക് ഒന്നിച്ചുകൂടി നിങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ലോകത്തോടറിയിപ്പാനായിട്ട് കർത്താവെ അനേക പോകാൻ വിഷയങ്ങൾ ക്രമീകരിപ്പാനിടയായി. ഈ അവസരത്തിൽ ഇത് കർത്താവ് ക്രമീകരിക്കപ്പെട്ടായിരിക്കുന്ന എൻ്റെ ദാസൻ തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ പ്രവർത്തനം ശക്തിയായി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഭാഷക്കാരുടെയും മധ്യേ ആകുവാൻ തൊക്കൊണ്ടോ അതിനെ കർത്താവ് വരുവാൻ താമസിക്കുന്നെങ്കിൽ അതിനെ വിശാലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കർത്താവേദാസനുമായിട്ട് അല്പസമയം ഒന്നിച്ചായിരിക്കാൻ തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ ഹാലെ രേഖപ്പെടുത്താതിരിക്കുന്ന രേഖകൾ കർത്താവെ സ്തോത്രം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ജനത്തിനായിട്ടും അവർക്കൊരു ആഹ്വാനം ഉണ്ടാകാനും ഒരു ദർശനം ലഭിക്കാനും ഒരു സമർപ്പണം ഉണ്ടാകുവാനും കർത്താവിന് വേണ്ടി തലമുറകളെ സമർപ്പിക്കുവാനും അവിടുന്ന് കൃപ കൊടുക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ മേൽ പകർന്ന ആത്മശക്തിയും കൃപയും തലമുറകൾക്കായിട്ട് പകരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു. നിന്റെ ദാസനിലൂടെ കർത്താവ് ഈ പ്രോഗ്രാം ക്രമീകരിക്കാൻ പറ്റില്ല. നിന്റെ ദാസൻ്റെ പ്രവർത്തനത്തിൽ കർത്താവ് ഇനിയും അത് കർത്താവിൻ്റെ ഹാലലിയ ഹിതപ്രകാരം അതിശക്തിയായി പ്രവർത്താൻ കർത്താട്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്ന കേൾക്കുമാറാണമേ. ആശീർവാദവും അപ്പച്ചൻ എന്ന് തന്നെ പറയാം കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും ഈ പ്രവർത്തനത്തോടുകൂടെ എന്ന് വന്നേക്കും ഇരിക്കുമാറാം. താങ്ക് യു അപ്പച്ച. താങ്ക് യു പാസ്റ്റർ. ഒത്തിരി സന്തോഷം. ഒരു പ്രാവശ്യം നന്ദി പറയാം ഹൃദയത്തിൽ നിന്ന്. ഞങ്ങളുടെ ഒരു വലിയ അപ്പച്ചന് വേണ്ടി ഇങ്ങനെ ഒരു വേദി ഒരുക്കിയതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു പ്രിവിലേജ് ആണ്, ബ്ലെസ്സിങ് ആണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു അപ്പച്ചനെ ഇന്റർവ്യൂ ചെയ്യുവാൻ, അപ്പച്ചനിൽ നിന്ന് കേൾക്കാനൊക്കെ കിട്ടിയത്. അതോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വ്യൂവേഴ്സിനോടുള്ള നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.